പിന്നെ ജാറങ്ങളിൽ പോണില്ല. അതിന് കാരണം എന്താണ്? മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്താണ്. അതിന് ശാരീരിക പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിന്റെ മേൽ നിരുത്സാഹപ്പെടുത്ത ഒരു വിഷയത്തെ ഖിയാസാക്കുന്നത് ഖിയാസ് മഅൽ സാരിഖാണ്. അതുകൊണ്ട് ശരിയല്ല. അതുകൊണ്ട് ജാറത്തിങ്ങൾ പോകുന്നത് പോലെയാണെന്ന് വിചാരിക്കണ്ട. സിയാറത്തിന് പോകുന്നതിനെ ശാരീരിക പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു, പള്ളിയിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. പ്രോത്സാഹിപ്പിച്ച ഒരു വിഷയത്തിന്റെ മേൽ നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യത്തെ ഖിയാസാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് രണ്ടും തുല്യമല്ല. ആര്യമായ കാരണങ്ങൾ കൊണ്ട് പോണ്ടേ എന്നത് വേറെ വിഷയം. അസ്ലു മസ്അലയില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ബലികർമ്മം നടത്തൽ അനുവദനീയമാണോ? ഉദാഹരണം, മുഹിയുദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ആടിനെ അറുക്കുന്നത്. അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ മൃഗത്തെ ബലി അർപ്പിക്കാവൂ. എന്ന് വെച്ചാൽ അറുക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലി അറുക്കണം. അത് അള്ളാന്റെ പേര് പറഞ്ഞ് അറുക്കുക. അതാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാന്റെ പേര് പറഞ്ഞ് അറുത്തിട്ട് തിന്നുന്ന ആളാര്, നൽകപ്പെടുന്നത് ആർക്ക് ഏത് വിഷയമാണ്. സ്വന്തം തിന്നാൻ വേണ്ടി അറുക്കുന്നാലും വേണം ബിസ്മില്ലാഹി പറഞ്ഞ് അറുക്കുക. അല്ലാതെ ബിസ്മി എന്ന് പറഞ്ഞ് അറുക്കാൻ പാടില്ല. എനിക്ക് തന്നെയാണ് എന്റെ പേരിൽ ഞാൻ അറുക്കാൻ അറിയാൻ പാടില്ല. വിരുന്നേരം വന്ന് പറക്കണം ബിസ്മില്ലാഹി ഫുലാൻ എന്ന് പറഞ്ഞ് അറുക്കാൻ പാടില്ല. എന്റെ അതിൽ ഇന്ന ആളെ പേരിൽ ഞാൻ അറുക്കണം. മൊയ്തീൻ ഷേഖിന്റെ പേരിൽ അറക്കുമ്പോൾ ബിസ്മി ഷേഖ് മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ് അറുക്കാൻ പാടില്ല. ഒക്കെ സ്വന്തമായി ഭുജിക്കാനാണെങ്കിലും വിരുന്നേറിന് കൊടുക്കാനാണെങ്കിലും ശൈഖവറുകളുടെ പേരിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനാണെങ്കിലും ഒക്കെ അറുക്കുന്നത് ബിസ്മില്ലാഹി പറഞ്ഞ് അറുക്കണം. അള്ളാന്റെ പേര് ഉച്ചരിച്ച് അറുക്കണം. അള്ളാന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ട ശറഅ് അനുവദിച്ച ഏത് മൃഗത്തിന്റെ ഭക്ഷണവും അനുവദനീയമാണ്. അറുക്കുന്ന സമയത്ത് ബിസ്മില്ല പറയണം. ഈ മൃഗം ശറഅയിൽ ഭക്ഷണം അനുവദിക്കപ്പെട്ടതാവും വേണം, തിന്നാൻ പറ്റിയതാവണം അർത്ഥം. പിന്നെ ഹലാലായ ഏതൊരു മൃഗത്തെയും അള്ളാഹുവിന്റെ പേരിൽ അറുത്താൽ ഭക്ഷിക്കാവുന്നതാണ്. അത് സ്വന്തമായി ഭക്ഷിക്കാനെന്നുള്ള ഉദ്ദേശമോ വിരുന്നുകാരന് കൊടുക്കാനുള്ള ഉദ്ദേശമോ ശൈഖവറുകളുടെ പേരിൽ ദാനം ചെയ്യാനുള്ള ഉദ്ദേശമോ ഏത് പേരിലായാലും വിരോധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിന്റെ വഫാത്തിന് ശേഷം ഖദീജ ബീവിന്റെ പേരിൽ ആടറുത്ത് ദാനം ചെയ്തിട്ടുണ്ട്. തങ്ങൾ അറുക്കുമ്പോ ബിസ്മി സൗജത്തി ഖദീജ എന്ന് പറഞ്ഞ അർത്ഥമല്ല, ബിസ്മില്ല പറഞ്ഞിട്ടാണ് അർത്ഥത്. പക്ഷെ ആ ഭക്ഷണം അല്ലെങ്കിൽ ആ മാംസം തങ്ങൾ വിതരണം ചെയ്ത് ഖദീജ ബീവിന്റെ പേരിലാണ്. ബിസ്മി സൗജത്തി ഖദീജ എന്ന് പറഞ്ഞ് അറക്കാൻ പാടില്ല. എന്റെ ഭാര്യ ഖദീജാന്റെ പേരിൽ ഞാൻ അറുത്ത് കൊള്ളുമ്പോൾ അറക്കാൻ പാടില്ല. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ അറുത്ത്. പക്ഷെ ആർക്കത് കൊടുക്കുന്നത് ഖദീജ ബീവിന്റെ മരിച്ച ഖദീജ ബീവിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനാണ്. ആ രീതിയിൽ മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അള്ളാന്റെ പേര് പറഞ്ഞ് അറുത്ത ഭക്ഷണത്തിന് യാതൊരു വിരോധമല്ല. റസൂലുള്ള ഖദീജ ബീവിന്റെ പേരിൽ അറുത്ത് ആടിനെ അറുത്ത് ദാനം ചെയ്തത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. അത് അള്ളാഹ് അല്ലാത്തവരെ പേരിൽ അറുത്തതല്ല, അള്ളാന്റെ പേരിൽ അറുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തതാകുന്നു. അതന്നെ ശൈഖവറുകളുടെ പേരിൽ അറുക്കപ്പെട്ട മൃഗത്തിന്റെയും ഹുക്മ്. മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതായി ഇന്ന് പരക്കെ കണ്ടുവരുന്നു. ഒരാൾ ചെയ്ത അമല് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ലഭിക്കുക? മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്നതിന് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുകളും ഹാജരാക്കാൻ സാധിക്കുമോ? തീർച്ചയായും. ഇന്ന് പരക്കെ കണ്ടുവരുന്നു എന്ന് പറഞ്ഞത് ഇന്നല്ല, കാലാകാലങ്ങളിലായി പരക്കെ കണ്ടുവന്നിരുന്നു എന്നതാണ് ശരി. ഇന്ന് മാത്രമല്ല, ഇബ്നു മാജ, ബൈഹഖി, ഇബ്നു അബീ ശൈബ, ഇബ്നു ഖുസൈമ മുതലായ ഒട്ടേറെ മുഹദ്ദിസുകൾ നിവേദനം ചെയ്ത ധാരാളത്തിലധികം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി കാണാം. ഇഖ്റഉ സൂറത്ത യാസീൻ ഇൻദ മൗതാക്കും ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക ഇൻദ മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അരികിൽ വെച്ച്, മരിച്ച ആളുകളുടെ സമീപസ്ഥാനത്ത് വെച്ച് ആ മരിച്ച ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. തങ്ങൾ ഉത്ബോധിപ്പിച്ചതന്നെ ഹദീസ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഉമ്മത്തിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ അങ്ങനെ ഉത്ബോധിപ്പിച്ചു എന്ന് മാത്രമല്ല, സഹാബത്തിന്റെ ഇടയിൽ മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രവണത വ്യാപകമായ രീതിയിൽ ഉണ്ടായിരുന്നുവെന്ന് സഹാബത്തിന്റെ ചരിത്രത്തിൽ പറയുന്നു. വഹാബികൾ അപ്പോസ്തലനായി വിചാരിക്കുന്ന ഇബ്നു ഖയ്യിം പോലും തന്റെ കിതാബ് റൂഹിൽ ഈ കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. നേരത്തെ ഇതൊരു തർക്കമുള്ള കാര്യമല്ല.
നമ്മുടെ ഫിഖിന്റെ കിതാബുകളിൽ ഇമാം നവവി തങ്ങളുടെ മിൻഹാജിന്റെ വ്യാഖ്യാനങ്ങളാകുന്ന ത്വഷ്ഫ, നിഹായ, മുഗനി, അതുപോലെ മഹല്ലി തുടങ്ങിയ എല്ലാ ഫിഖിന്റെ കിതാബുകളിലും മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മഹാന്മാർ തങ്ങളുടെ ഫിഖിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ലഭിക്കില്ല എന്നാര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ലഭിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ലഭിക്കും എന്ന അടിസ്ഥാനത്തിൽ സഹാബത്ത് ചെയ്തിരിക്കുന്നു. ലഭിക്കും എന്ന അടിസ്ഥാനത്തിൽ ഉമ്മത്തിനെ അങ്ങനെ ചെയ്യാൻ മഹാന്മാരായ ഫുഖഹാവ് ഫിഖിന്റെ കിതാബുകളിൽ മസ്അല എഴുതി വെച്ചിരിക്കുന്നു. ലഭിക്കില്ല എന്ന് മുസ്ലിംകളുടെ കൂട്ടത്തിൽ ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഉപചോദ്യം കൊടുത്തയക്കുക. ആര് പറഞ്ഞു? അന്നയാൾ പറഞ്ഞു, ഒരു ഫുലാന്റെ പേര് പറ, ഒരാളുടെ പേര്. ഒരു ഉപചോദ്യം കൊടുത്തയച്ച പേരൊന്നും വെക്കണ്ട, അഡ്രസ്സും വേണ്ട, ഒരു കടലാസ് വേണ്ട. വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാടെന്തിനാണ്? പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു, സഹാബത്ത് ചെയ്തു. ഫിഖിന്റെ കിതാബുകളിൽ ഇമാമുകളൊക്കെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കൂട്ടരേത് കിട്ടൂല എന്ന് ആരെയും പറഞ്ഞു? നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെയാണ് വിചാരിക്കുക. നമ്മളിങ്ങനെ വിചാരിക്കണം, നമ്മളിരുന്നാണ് വിചാരിക്കുക. നമ്മൾ സ്വയം ഇരുന്നൊരു കാര്യങ്ങൾ നനച്ചാൽ അത് ശരിയാവും. നമ്മുടെ മനസ്സിൽ വന്നത് ശരിയല്ല എന്ന് വിചാരിച്ചു, പ്രമാണങ്ങളിൽ വന്നതല്ലേ ശരി. അപ്പൊ അതുകൊണ്ട് മരിച്ചാലതിന്റെ കൂലി കിട്ടും. ഒരാൾ ചെയ്തതിന്റെ കൂലി മറ്റൊരാൾക്കും കിട്ടും. പക്ഷെ അയാൾ കൊടുത്താൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. മുജാഹിദ് ജമാഅത്തുകാർക്ക് സലാം ചൊല്ലുന്നതിന്റെ വിധി എന്ത്? അവർ പറഞ്ഞാൽ സുന്നികൾ മടക്കേണ്ടതുണ്ടോ? ഇവർക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? മിൻ ഹൈസു ഇന്നഹു മുബത്തദിയാണ് എന്ന നിലക്ക് അവർക്ക് സലാം പറയുന്നതും സലാം പറഞ്ഞാൽ മടക്കുന്നതിന്റെയും ഹുക്മ് കറാഹത്താകുന്നു. മിൻ ഹൈസു ഇന്നഹു മുബ്തദിഉൻ നഹ്നു ആശറ ശാഫിഇയ്യ, ശാഫിഈ ഫിഖ്ഹിലുള്ള മസ്അല ആണ്. അതിന് ഇമാം നവവിയെ പോലുള്ള ഫുഖഹാ ദലീല് പറഞ്ഞിരിക്കുന്നത് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്തിയതായ കഅബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നതിന്റെ പേരിൽ ഒരു സാമൂഹ്യ വൃട്ട് പോലെ അവന്റെ മേൽ സലാം പറയേണ്ടതില്ല, സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല എന്ന് തങ്ങൾ തീരുമാനമെടുത്തു. ബുഖാരിയിലൊക്കെ ഉണ്ട്. ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നവരുടെ മേൽ സലാം പറയേണ്ടതില്ല എന്ന് ഫുഖഹാ മസ്അല രേഖപ്പെടുത്തിയിട്ടുള്ള മസ്അലക്ക് ആധാരം ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത സംഭവമാകുന്നു എന്നർത്ഥം. അതുകൊണ്ട് കറാഹത്താണ് നാം മസ്അല ഉള്ളത്. മയ്യിത്ത് നിസ്കാരത്തിൽ മറ്റൊന്നാണ്. ഇനി മുബ്തദിഇന് മാത്രമല്ല നമ്മൾ മറച്ചു വെക്കേണ്ട ഫാസിഖിന്റെ ഹുക്മു ഇതാണ്. പുത്തനാശയക്കാരനും ദുർനടപടിക്കാരനും ഏകരിക്കണില്ല, ഓന്റെ ഹുക്മു തന്നെയാണ്. അല്ലാതെ വെറും പിന്നെ വഹാബിനി മൗദൂദിനി മാത്രം കണ്ടാൽ പോരാ, മറ്റുള്ളവരെയും നിരുത്സാഹപ്പെടുത്തണം. ദുർനടപടിക്കാരന്റെ വിധി അതന്നെയാണ്. തെറ്റായ രീതിയിലാണ് നടപടിയെങ്കിൽ അവന്റെ വിധിയും ഇത് തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. മയ്യിത്ത് നിസ്കരിക്കുന്നിടത്ത് അങ്ങനെയല്ല മസ്അല ഉള്ളത്. നിഹായ മുതലായ എല്ലാ ഫിഖിന്റെ കിതാബുകളിലും മിൻഹാജിൽ പോലും കാണും. എന്താ ഉള്ളത് അറിയോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കണം. മുസ്ലിം ആണെങ്കിൽ ബർറൻ കാന ഔ ഫാജിറൻ വഇൻ അമലൽ കബായിറ, എത്ര മോശക്കാരനാണെങ്കിലും ഓന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചോളണം എന്ന മസ്അല. മുസ്ലിം ആയാലും ഹംബലി മദ്ഹബ് അങ്ങനെയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് അഹ്ലുൽ ബിദഅ ഇൻ മരിമു ഫലാ തഊദുഹും വഇൻ മാതു ഫലാ തുസല്ലു അലൈഹിം. ബിദ്അത്തിന്റെ അഹ്ലുകാരെ രോഗം ബാധിച്ചാൽ അവരെ സന്ദർശിക്കുകയും വേണ്ട, മരിച്ചാലോട്ട് നിസ്കരിക്കുകയും വേണ്ടെന്ന് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. ഹംബലി മദ്ഹബ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചില കിതാബിലും ഇങ്ങനെ കാണും. കാരണം മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അശാഫിഇയ്യ ഫസിർതൽ ഹംബലിയ ബിലാ ഹാജിറിൽ തഹതാബ ബിൽ ഖൈറൈനി മുഅ്തദില. അത് തിരിച്ചറിയുക. അതുകൊണ്ട് സലാം പറയുന്ന മടക്കുന്ന കറാഹത്താണ്. മയ്യിത്ത് നിസ്കാരം മുസ്ലിമായ മനുഷ്യൻ ബർറൻ കാന ഔ ഫാജിറൻ വഇൻ അമലൽ കബായിറ അവന്റെ മേൽ നിസ്കരിച്ചു കൊള്ളേണ്ടതാകുന്നു. മദ്ഹബ് 4 ആവാൻ കാരണമെന്ത്? 4ഉം ഒന്നിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? മേശക്ക് കാല് 4 ആവാൻ കാരണം എന്ത്? 4 ഓരോടത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ സ്ഥിതി? അല്ലെങ്കിൽ കസാലക്ക് 4 കാല് എന്നിട്ട് അത് ഒന്നാക്കിയിട്ട് അതിന്റെ മേലെ ഇരിക്കാന്ന് പറഞ്ഞാൽ ബാർബർ ഷാപ്പിലെ കസാല പോലെ കൂടെ ചോദിച്ചാൽ മദ്ഹബ് 4 അല്ല, ഒരുപാട് മദ്ഹബുകളുണ്ട്. ഇത് പടി മദ്ഹബുകളുണ്ട്.
ആ മദ്ഹബുകളിൽ നിന്ന് പരിപൂർണമായി ക്രോഡീകരിക്കപ്പെട്ട് പിൻതലമുറയ്ക്ക് ലഭിച്ചത് 4 മദ്ഹബിന്റെ മസ്അലകളായതുകൊണ്ടാണ് 4 പരിമിതമായത്, പരിമിതപ്പെടുത്തിയതല്ല പരിമിതമായത്, മറ്റുള്ളവ ക്രോഡീകരിക്കപ്പെട്ട് ലഭ്യമല്ലാത്തതിനാൽ. ഫുനൂനുകളൊക്കെ, വിജ്ഞാന ശാഖകളൊക്കെ ക്രോഡീകരണവും വരും തലമുറക്ക് ലഭിക്കുന്നൊക്കെ അവസ്ഥ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. ഇനി അന്തരീക്ഷത്തിനൊക്കെ എടുക്കുന്ന കാലം വരട്ടെ. അപ്പൊ 5-ാമത്തെയും 6-ാമത്തെയും മദ്ഹബിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇപ്പൊ 4 കിട്ടിയിട്ടുള്ളൂ. സകാത്ത് കമ്മിറ്റിയുടെ വിധി എന്ത്? അത്ര തന്നെ ഉള്ളൂ. സകാത്ത് എന്ന് പറഞ്ഞത് നിസ്കാര കമ്മിറ്റി, സക്കാത്ത് കമ്മിറ്റി, ഇങ്ങനെ കുറെ കമ്മിറ്റികളൊക്കെ ഉണ്ടാവാം. സക്കാത്ത് മനുഷ്യൻ വ്യക്തിപരമായി കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യത. അതിലിങ്ങനെ ഉപകാരം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്ക് വരുന്നൊരു ബാധ്യത, സ്വന്തം ബാധ്യത മറക്കണ്ട. മഹശറയിലും ഖബറിനും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഈ കമ്മിറ്റിക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല. ഏത് അതൊക്കെ ഞാൻ കമ്മിറ്റിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. പടച്ചോൻ വിടുവോ? സ്വന്തമായ ബാധ്യത ഒന്നുകിൽ സ്വന്തമായി അവകാശികൾക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ മറ്റൊരാളെ കൊടുക്കാൻ ഏൽപ്പിക്കാം. ഒരാളെ, അപ്പൊ ഒരാളെ കൊടുക്കാൻ ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ നാടന്മാർക്ക് ഒരു രചിതാനം, നിങ്ങളെ പ്രദേശത്തുനിന്നല്ല നമ്മളവിടൊക്കെ സാധനം പറയും, അത് ഞാൻ ഓനെ ഏൽപ്പിച്ചെന്ന് തോന്നി എന്ത് ചെയ്താലും വേണ്ടതാണ്, അങ്ങനെ ഒരു വിശ്വാസം. അത് നടക്കില്ല. അവൻ അത് ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമേ ഇവന്റെ ബാധ്യത കൂടൂ. അവന്റെ അടുത്ത് വീഴ്ച പറ്റിയാൽ ഇവന്റെ ബാധ്യത കൂടൂല. ഞാൻ ഓനെ ഏൽപ്പിച്ചിട്ട് ഓൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊരു ധാരണ ഉണ്ട്, അത് നടക്കൂല. കാരണം ഓനെ ഏൽപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നെ സ്വയം ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ഭംഗിയായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ സക്കാത്ത് നൽകുന്നു, ദീനെ ഏൽപ്പിക്കുന്നു, സീക്ക് നൽകുന്നു. ഈ സീക്ക് നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ കുറ്റക്കാരനാണ്. ഞാൻ ദീനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവാകാൻ കഴിയില്ല എന്നർത്ഥം. ഒക്കാലത്ത് അങ്ങനെ ദിവസമാണ്. ഈ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒന്ന് യഥാർത്ഥത്തിൽ കമ്മിറ്റിയുടെ ഉജൂദ് തന്നെ കുല്ലിത്തമാന്റെ ഉജൂദ് പറഞ്ഞതുപോലെ വിമാന ഉജൂദി അസ്താസിഹ അല്ലേ കമ്മിറ്റി. എങ്ങനെ പോയി മലയാളീകരിക്കാം? അത്രയല്ലേ അതിന് ഉജൂദുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയല്ലാതെ കമ്മിറ്റിയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാട് ഇസ്ലാമിക ശരീഅത്തിൽ ഇല്ല. 4 മാർഗം. ഒന്ന്, മുസ്ലിം ഭരണാധികാരിയെ ഏൽപ്പിക്കാം, ഇവിടെ ഇസ്ലാമിക ഭരണമില്ല. 2, ഭരണാധികാരിയുടെ പ്രതിനിധിയെ ഏൽപ്പിക്കാം, ഭരണാധികാരി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രതിനിധി ഇല്ല. 3, ഉടമസ്ഥൻ നേരിട്ട് നൽകണം. 4, മറ്റൊരു വ്യക്തിത്വത്തെ ഏൽപ്പിക്കണം ഇവന്റെ ചുമതലയിൽ. 5-മതൊരു വഴി ഇസ്ലാമിക ചരിത്രത്തിൽ ഈ വിഷയകമായി ഇല്ല. അതുകൊണ്ടാണ് കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന പ്രവണതയെ നാം നിരുത്സാഹപ്പെടുന്നതും അത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് ആഹ്വാനം ചെയ്യുന്നതും. അത് ചിലപ്പോ അതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും അല്ലറ ചില്ലറ നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ ആധ്യാത്മിക രംഗത്ത് ചിലപ്പോൾ കോട്ടങ്ങളുണ്ടാകും. ഇപ്പൊ ഈ കൊടുക്കുന്ന ദാതാവ്, സക്കാത്തിന്റെ ദാതാവ് അയാളുടെ അടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിൽ പ്രാമുഖ്യം കാണിക്കണം. കുടുംബങ്ങളിൽ പ്രയാസപ്പെട്ടുണ്ടെങ്കിൽ ഊര് കൊടുക്കണം, അയൽവാസി പ്രയാസപ്പെട്ടുണ്ടെങ്കിൽ ഊര് കൊടുക്കണം. കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. അതുകൊണ്ട് അത്തരം പരിപാടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് അതിനെ നിരുത്സാഹപ്പെടുത്തിയതും അത് വേണ്ടാത്തതാണെന്ന് വിധി കൽപ്പിച്ചതും. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി പ്രതിഫലം വാങ്ങുന്നതിന്റെ വിധി എന്ത്? പ്രതിഫലം വാങ്ങാന്ന് പറഞ്ഞാൽ ഒരാൾ എടുത്ത ഏതൊരു തൊഴിലിനും പ്രതിഫലം വാങ്ങുന്നതിൽ കുറ്റപ്പെടുത്താനില്ല. പിന്നെ അയാൾ സ്വന്തമായാണ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരിൽ അയാളെ പ്രശംസിക്കാന്നല്ലാതെ ഏതൊരു തൊഴിലെടുത്തതിനും അയാൾ പ്രതിഫലം വാങ്ങിയാൽ അതിന് അയാളെ ആക്ഷേപിക്കാൻ സാധിക്കില്ല. വാങ്ങണോ വാങ്ങണ്ടേന്ന് ആ തൊഴിൽ എടുത്ത ആളാണ് തീർച്ചപ്പെടുത്തേണ്ടത്. മൂന്നാമതൊരാൾ അതിൽ ഇടപെടുന്നത് മാന്യതയല്ല, പ്രസക്തമല്ല. അത് തൊഴിലെടുത്ത ആളാണ്. തൊഴിലെടുപ്പിച്ച ആളും തമ്മിലുള്ള എഗ്രിമെന്റോ അതല്ലെങ്കിൽ നാട്ടു നടപ്പോ അനുസരിച്ചിരിക്കും. ശറഅ് അതിനെ വിലക്കിയിട്ടില്ല. തൽഖീൻ ചൊല്ലൽ ബിദ്അത്താണെന്നാണല്ലോ കല്യൂബി ഭാഗം 1 പേജ് 354 ഉള്ളത്. ബിദ്അത്തായ ഒരു കാര്യം സുന്നികൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനാണ്? ഇതിന് വല്ല തെളിവുകളും ഉണ്ടോ? ഇതാണ് കല്യൂബി.
ഞാനിവിടെ ആ നേരത്തെ വായിച്ച ചോദ്യം ആയതുകൊണ്ട് ആ കല്യൂബി എന്ന് കയ്യിൽ വെച്ചതാണ്. ആ ചോദ്യം വായിച്ച ആൾക്ക് ഒരിക്കലും സതുദ്ദേശം ഇല്ലാന്ന് തോന്നി, അല്ലെങ്കിൽ കല്ലൂബിന്റെ ഇബാറത്തൊന്നും എഴുതാൻ മതിയായിരുന്നു. ഈ പറയുന്ന കല്ലൂബി ഇതാണ്. നമ്മൾ സാധാരണ നമ്മൾക്ക് മുസ്ലിമീങ്ങളല്ലേ, നമ്മൾ കല്ലൂബിയിലുണ്ട് നമ്മൾ കല്ലൂബിയിലുള്ളത് പറയണ്ടേ, ദീനിന്റെ ഇതിലുള്ളത് പറയാം. അല്ല ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ ജസ്റ്റുള്ളത് പറയാം. എന്തിനാണ് ആളുകൾ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കല്ലൂബിയിലുള്ളത് എന്താ? വഖദ തൽഖീനു വഹുവ മന്ദൂബുൻ അലാമ യുസ്അലു ഫീ ഖദ്രിഹി. ഇതുപോലെ തൽഖീന് വഹുവ മന്ദൂബുൻ വിദേത്താകുന്നു അർത്ഥം, അത് സുന്നത്താക്കപ്പെട്ടതാകുന്നു. അലാമ യുസ്അലു ഫീ ഖദ്രിഹി, തന്റെ ഖബറിൽ ചോദിക്കപ്പെടുന്ന ആളുടെ മേൽ, ചോദിക്കപ്പെടുന്ന ആളുടെ മേൽ തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ മന്ദൂബാണ്, സുന്നത്താണ് എന്നാ കല്ലൂബിയിലുള്ളത്. പിന്നെ ഒയിങ്കാല വിദേഹത്തൻ സലാസൻ മന്ദൂബത്തുന്ന അയലെന്ന് പിന്നെയും പറഞ്ഞ് ഒയിങ്കാല വിദേഹത്തെന്ന് മാത്രം ഉദ്ദേശിച്ചെങ്കിൽ അത് അതിന്റെ രൂപത്തെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ തെൽഖീനെ കുറിച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞ തത്വം പ്രയോഗം, ലഖ്നോ മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മരിച്ച ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കണം. മരിച്ചവർക്ക് റസൂലുള്ളാഹി പറഞ്ഞാണ്. സഹാബത്ത് ചോദിച്ചു ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലോ 3 വട്ടം ചോദിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞു അജൂറ് നല്ലത് പറഞ്ഞു. പക്ഷെ അപ്പോ ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോ നേരത്തെ തങ്ങൾ പറഞ്ഞതായിരിക്കാം മരിച്ചവർക്ക്, മരണാസന്നായവർക്കല്ല, മരിച്ചവർക്ക് തന്നെ. കാരണം ജീവിച്ചിരിക്കുന്നവർക്കാണെങ്കിലോ എന്നുള്ള ചോദ്യമാണല്ലോ വ്യക്തമാക്കുന്നത്. സഹാബത്ത് മനസ്സിലാക്കിയതോ അങ്ങനെയാണ്. അങ്ങനെ ഒരു തിയറി തങ്ങളിൽ നിന്നുണ്ടായി, മരിച്ചവർക്ക് ചൊല്ലിക്കൊടുക്കണം. ആ തിയറിയുടെ പ്രയോഗമാണ് ഈ തെൽഖീൻ ഇന്ന് ഈ വിശദമായ രീതിയിൽ ചൊല്ലിക്കൊടുക്കുന്നത്. ഈ വിശദമായ രീതിയെ കുറിച്ചാണ് കല്ലൂബി വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ടുള്ളത്. അസ്ലി തെൽഖീനെ കുറിച്ച് മന്ദൂബാണ്, സുന്നത്താണ് എന്ന് തന്നെയാണ് കല്ലൂബിയിൽ പോലും ഉള്ളത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. ഇത് തന്നെയാണ് മറ്റു വിഷയത്തിലുള്ള സ്ഥിരം ഏർപ്പാടെന്ന് പോലും നിങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് ഗ്രഹിച്ചുകൊള്ളുക. അസുഖം വന്നാൽ ചികിത്സിക്കുകയല്ലേ വേണ്ടത്? ഉറുക്കും മന്ത്രവും മറ്റും നടപ്പിലാക്കുന്നത് എന്തിനാണ്? അത് അന്ധവിശ്വാസമല്ലേ? ഇതിന് ഇസ്ലാമിൽ വല്ല തെളിവുകളും ഉണ്ടോ? ചികിത്സിക്കുന്നതിന്റെ ഒരു രീതിയാണ്. ഇനി ആധുനിക ചികിത്സകളിൽ തന്നെ വൈവിധ്യങ്ങളില്ലേ? ആയുർവേദം, അലോപ്പതി, ഹോമിയോ തുടങ്ങി ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ചിലപ്പോ ഒരു വിഭാഗം ചെയ്യണമെന്ന് പറഞ്ഞവർ മറ്റൊരു വലിയ പറ്റിയായിട്ടും പറയും, പൊരുത്തപ്പെടാത്ത പത്യങ്ങൾ പറയും. നമുക്കൊക്കെ അറിയാവുന്നതാണ്, പല കാര്യങ്ങളിലും അറിയാവുന്നതാണ്. ഒരിക്കലും പരസ്പരം യോജിക്കാത്ത രീതി പറയും. ചികിത്സാ രീതികൾ പലതരത്തിലാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആധ്യാത്മികമായ ഒരു രീതിയാണ് ഉറുക്കും മന്ത്രമൊക്കെ. ആധ്യാത്മികമായ ഒരു ചികിത്സാ രീതിയാകുന്നു ഉറുക്കും മന്ത്രവും. അത് ഫലപ്രദമാണ്. ഇപ്പൊ വിഷചികിത്സക്കൊക്കെ നേരത്തെ വെള്ളം അതിൽ ചൂടിക്കൊടുക്കുന്ന അതിന് തരപ്പെട്ട ആളുകൾ ഇപ്പൊ നമ്മൾ ഊതിയിട്ട് ചിലപ്പോൾ പോകണ്ടാവില്ല. നമ്മൾ മോശക്കാരായതുകൊണ്ടാണ്. നമ്മൾ മോശമായതിന് വേറെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്നു, വേറെ ഒരു ചികിത്സയും ചെയ്യാതെ ആ വെള്ളം മാത്രം കൊടുത്താൽ വിഷമുണ്ടാകും. ആ രീതിയിൽ ധാരാളം ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇത് അനുഭവമാണ്, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇനി ഇസ്ലാമികമായ മാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനെ മന്ത്രിച്ചിട്ടുണ്ട്. രോഗം വന്നപ്പോൾ റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 സഹാബത്ത് മറ്റുള്ളവരെ മന്ത്രിച്ചതിന് പ്രതിഫലം വാങ്ങിയത് ബുഖാരിയിലുണ്ട്, തങ്ങളത് അംഗീകരിച്ചത്. ഒന്ന് പറയാം, ഹദീസിന്റെ കിതാബുകളിൽ കിതാബുർ റുഖ, മന്ത്രത്തെ കുറിച്ചുള്ള അധ്യായം എന്ന പേരിൽ ഒരു അധ്യായം ഇല്ലാത്ത ഒരു ഹദീസിന്റെ കിതാബ് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം എല്ലാ ഹദീസിന്റെ കിതാബുകളിലും മന്ത്രത്തെക്കുറിച്ചൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തതായി കാണും എല്ലാ ഹദീസിന്റെ കിതാബിലും. മന്ത്രിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അവൻ ഉപകാരം ചെയ്തു കൊള്ളട്ടെ. ആ ഹദീസിന് മറുപടി ഒക്കെ എന്താറിയോ? ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നതിന്റെ അർത്ഥം. എല്ലാവരും മന്ത്രിച്ചിട്ട് കാര്യമില്ല. തന്റെ സഹോദരന് ഉപകാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ ചെയ്തു കൊള്ളട്ടെ എന്നാൽ എല്ലാവർക്കും സാധിക്കൂല. സാധിക്കുന്നവരുണ്ടെങ്കിൽ ചെയ്തു കൊള്ളട്ടെ. മന്ത്രത്തെ കുറിച്ച് തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ തങ്ങൾ മന്ത്രിച്ചു, സഹാബത്തിന് മന്ത്രിക്കേണ്ട രീതി പഠിപ്പിച്ചു, സഹാബത്ത് മന്ത്രിച്ചു, താബിഈങ്ങൾ മന്ത്രിച്ചു. മുസ്ലിം ലോകത്ത് ഏതുവരെയെന്നറിയോ നിങ്ങൾ? ഇമാം മാലിക് തങ്ങള് കഴുത്തിൽ എഴുതി കെട്ടുന്നതിനെ, പിഞ്ഞാണം എഴുതി കുടിക്കുന്നതിനെ വരെ പ്രോത്സാഹിപ്പിച്ചത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദിൽ പറഞ്ഞിട്ടുണ്ട്.
കടുത്ത വഹാബി ചിന്തകനായ മക്കയിലെ ഈയിടെ അന്തരിച്ച മുഫ്തി ഇബ്നു ബാസ് ഫതാവ അച്ചടിച്ച് റാബിത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മുസ്ലിം വേൾഡ് ലീഗ് റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി. ആ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി വിതരണം ചെയ്യുന്ന ഇബ്നു ബാസിന്റെ ഫതാവയിൽ മന്ത്രിക്കുന്നതിന് മാത്രമല്ല പിഞ്ഞാണം എഴുതി കുടിക്കുന്നതിന് ഏറെത്തെ എഴുതി കെട്ടുന്നതിനെയൊക്കെ അദ്ദേഹം അങ്ങേയറ്റം ന്യായീകരിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസിന്റെ കിതാബുകളിലും ഇബ്നു ബാസ് വരെയുള്ള ആധുനിക പണ്ഡിതന്മാര് പോലും മന്ത്രത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ്. അത് ചികിത്സാ രീതികളിൽപ്പെട്ട ഒരു രീതിയാകുന്നു എന്ന് ചുരുക്കം. സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ? സ്ത്രീകൾക്ക് മത്സരിക്കാവുന്നതും മത്സരിക്കാൻ പറ്റാത്തതുമായ രംഗങ്ങളുണ്ട്, രണ്ടുമുണ്ട്. അലൽ ഇത്ലാഖ് അനുവദനീയമാണെന്നോ അല്ലെങ്കിൽ വിലക്കപ്പെട്ടതാണെന്നോ പറയാൻ നമുക്ക് നിവൃത്തില്ല. അവിടെ സ്വാഭാവികം പറയാനേ പറ്റൂ, നിരുപാധികം പറയാൻ ഒക്കില്ല. ത്വഷ്ട മുതലായ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കിതാബുൽ ജിഹാദ് എന്ന പേരിലൊരു അധ്യായം, ജിഹാദിനെ കുറിച്ചുള്ള അധ്യായം, അത് മുതാല ചെയ്താൽ ഇത് സംബന്ധിച്ചുള്ള ഫിഖ്ഹിന്റെ മക്കളെ കണ്ടെത്താൻ സാധിക്കും. കാര്യശേഷിയുള്ള ആളുകൾ മുതാല ചെയ്യുന്നത് നല്ലതാ. എന്തായാലും പറയുന്ന കാര്യം നിങ്ങള് പുരുഷന്മാര് ഇല്ലാത്ത, എങ്ങനെയില്ലാത്ത, ഒന്നുകിൽ ഹിസ്സൻ ഔ ശറാൻ, ഒന്നുകിൽ തീരെ പുരുഷന്മാർ ഇല്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നിവൃത്തിയില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവരെ പുരുഷന്മാർ നിർവഹിക്കുന്ന ചുമതല സ്ത്രീകൾ നിർവഹിക്കുന്നത് കൊണ്ട് വിരോധമല്ല, മറിച്ചാണോ പാടില്ല. അതുകൊണ്ട് സമ്പൂർണ്ണ മണ്ഡലങ്ങളിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനോ നിരോധിക്കാനോ നിവൃത്തി കാണുന്നില്ല. ജനറൽ ആണെങ്കിൽ പാടില്ലാത്തതാണ്. ഇത് സംബന്ധിച്ചൊരു ഫിഖ്ഹി ചർച്ചയ്ക്ക് നമ്മുടെ ഇന്ന് ജീവിച്ചിട്ടുള്ള ഫുഖാഹിന് അവകാശപ്പെടുന്നവര് തയ്യാറാണെങ്കിൽ സാധാരണക്കാരില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ചർച്ച ചെയ്യാന് ഞാൻ ഒരുക്കവും ആകുന്നു. വിവരണ്ട് എന്ന് പറഞ്ഞുള്ള വിവരം അപ്പോൾ കാണും. ബഹുമാനപ്പെട്ട മൂസ ഉസ്താദ് അവർക്ക് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വീടും വാഹനങ്ങളും ഇൻഷൂർ ചെയ്യുക എന്നത് അത്യാവശ്യമായിട്ടുണ്ടല്ലോ. ഇതിൽ ഇൻഷുറൻസിന്റെ വിധി എന്താണ്? വിശക്കുമ്പോൾ പന്നി ഇറച്ചി ഹലാലാവുന്ന മസ്അല ഇതിൽ ഉപയോഗിക്കാമോ? അറിവിലേക്കായുള്ള ചോദ്യം. വിശക്കുമ്പോൾ പന്നി ഇറച്ചി എന്ന് പറഞ്ഞാൽ ലറൂറത്തിന്റെ ഹാര് എന്ന് പറയാവുന്ന അവസ്ഥ നമ്മളെ വീട് ഇൻഷൂർ ചെയ്യുന്നതിന് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പാണ്. വീട് വാഹനത്തിനൊരു പക്ഷേ അത് അനിവാര്യമായിരിക്കാം. വീടിന് അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടം ഉണ്ടോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലേ. കാരണം എനിക്ക് ചിലപ്പോൾ ഈ ആധുനിക വിഷയങ്ങളിലുള്ള പിടിപ്പുകേടാവാം. ഞാനിപ്പോ ഈ വിഷയം പറയാൻ വേണ്ടി തുനിഞ്ഞത് മദ്രസന്ന് സമസ്താംഗേറ്റ മദ്രസയിൽ ചെറുപ്പത്തിൽ പഠിച്ചു. പിന്നെ അങ്ങനെ മീസാ മുതൽ മുത്തബല് വരെ കിതാബ് ഓതി അതിന് കിട്ടിയ മസല അനുസരിച്ചാണ്. അപ്പൊ ഇൻഷൂറിനെ കുറിച്ച് എനിക്ക് വിവരമില്ലാത്തൊരു യാഥാസ്ഥിക പണ്ഡിതനായതുകൊണ്ട് തോന്നിയതായിരിക്കാം. വാഹനത്തിനുള്ള അനിവാര്യത വീടിന്റെ കാര്യത്തിൽ ഉണ്ടോ? ഇല്ല എന്നാണ് എന്റെ എളിയ അറിവ്. ലറൂറത്ത് എന്ന് പറയണമെങ്കിൽ ഇർത്തിറാറ് വേണം. ഇർത്തിറാറ് എന്ന് പറഞ്ഞാൽ അതിന്റെ തിരിച്ച് മുഴുവനായി ഉൾക്കൊള്ളുന്ന അവസ്ഥ വേണം. അപ്പൊ ഹജ്ജിന് പോവാണ് നമ്മള്, ഹജ്ജിന് പോകുമ്പോൾ ഒന്നുകിൽ വിമാന മാർഗം അല്ലെങ്കിൽ കപ്പൽ മാർഗം. കപ്പലിപ്പോ എല്ലാം തോന്നുന്നുണ്ടോ വാഹനം? വിമാന മാർഗമാണ് ഇപ്പൊ അധികം പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ് ഫെയറിൽ ഇൻഷൂർ ചാർജ് ഉണ്ട്. അതിന് ഒഴിവാകാൻ കഴിയില്ല, നിവൃത്തില്ല. അതൊരു അനിവാര്യ ഘട്ടമാണ്. വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വാഹനം ഇല്ലാത്ത ആൾ, എന്നാൽ ഞാൻ നിങ്ങൾ ആരെങ്കിലും ഒരു വാഹനത്തിൽ പോകും, ഏതെങ്കിലും ഒരാളെ വണ്ടിയിൽ ഞാൻ കയറുമല്ലോ. ആ കയറുന്ന വണ്ടി ഇൻഷൂർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിൽ കയറിയാൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ സബീലിൽ നൗബ, പിന്നെ ആരാണോ യാത്ര ചെയ്യുന്നത് അയാൾക്കാ ഇൻഷൂർ, ഇന്ന ആൾക്കെന്നല്ല. ഒരു കാറിൽ 5 പേർക്ക്, ഒരു ജീപ്പിൽ 6 പേർക്ക്, ഒരു വാഹനത്തിൽ 41+2 അങ്ങനെ എന്തോ അവിടെ എഴുതിയിട്ട് കാണോ 10 എന്നൊക്കെ എഴുതിയിട്ട് കാണാൻ അതിന്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. 41 കൂട്ടണം 10 കൂട്ടണം 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 41 സീറ്റിംഗ്, പിന്നെ 10 സ്റ്റാൻഡിങ്, 2 ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആയിരിക്കും. അള്ളാഹു ഞാൻ സ്വയം നനച്ചതാണ്, അങ്ങനെ ആയിരിക്കാം. അത്രയും പേർക്ക് അതിൽ ഇൻഷൂർ ഉണ്ടാവും. അത് ആ 40, 10 അതിൽ ആരാണില്ലെങ്കിൽ അയാൾക്ക് അത് ഇന്ന വ്യക്തിത്വമൊന്നുമില്ല. അപ്പൊ ഞാൻ അതിൽ കാര്യം എനിക്ക് ഇൻഷൂർ ഉണ്ടല്ലോ. ഞാൻ കൊടുക്കുന്ന ബസ് ചാർജ്, ഒരു ചാർജ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ആ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ ആ ഇൻഷൂറിന്റെ വിഹിതവും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു അനിവാര്യ ഘട്ടമാണ്. ഈ അനിവാര്യ ഘട്ടം നമ്മുടെ വീട് ഇൻഷൂർ ചെയ്യാണ്ടോ കൂട്ടിക്കുഴച്ച് പറയരുത്. ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തില് ഒരു ഇർത്തിറാറിന്റെ അവസ്ഥ അവകാശപ്പെടാവൂ.
അല്ലാത്ത കാര്യത്തിൽ ലറൂറത്തിന്റെ അവസ്ഥ അവകാശപ്പെടുന്നത് നീതീകരിക്കാവുന്നതല്ല. നമ്മുടെ ഫത്വയിലൊക്കെ ഫിഖിന്റെ കിതാബിലൊക്കെ മസ്അല പറഞ്ഞിട്ടുള്ളത് ശുബ്ഹത്ത് മറ്റേ ഹറാമും ഹലാലും കൂടി കലർന്നാൽ, നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്ന കാലത്ത് അങ്ങനെ അധികം ഉള്ളത് നമ്മളിപ്പോ പാർട്ടിക്കും ഗ്രൂപ്പിനൊന്നും വേണ്ടി പറയല്ല. ഇങ്ങനെ കൂടിക്കലർന്ന അവസ്ഥ വന്നാല് അത്യാവശ്യമുള്ളത് മാത്രം വിനിയോഗിക്കുക, ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക. അപ്പൊ നമ്മൾക്കതൊക്കെ പ്രസവിക്കാനുള്ളതാണ്. അത്യാവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തർ ധരിച്ച വസ്ത്രത്തിൽ എത്ര അത്യാവശ്യത്തിലാണ് ഇക്കാലത്ത് നമ്മൾ അറിയാം. ഓരോരുത്തരുടെ വാഹനത്തിൽ എത്ര അത്യാവശ്യത്തിലാണ് നമ്മൾ അറിയാം. ആവശ്യമുള്ളത് മാത്രമുള്ള കതിർ മാത്രം എടുത്ത് ബാക്കിയൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ നമ്മളിപ്പോ ഈ പറയുന്നതൊക്കെ. നമ്മൾ ആരും നമ്മുടെ ആശയത്തോട് നീതി പുലർത്തിയിട്ടില്ല. എല്ലാരും ഒഴിവല്ല കേട്ടോ. ഒമാവ് പരിചയം ഞാൻ ഇനി ഒഴിവാക്കല്ല. പരമാവധി ഒഴിവാകാൻ വേണ്ടി ഉത്സാഹിക്കാറുണ്ട്, പക്ഷെ മുഴുവനായി ഒഴിവാകണില്ല. സ്വയം വിമർശനത്തിന് തയ്യാറാണ്ട്, വേറെലോനെ നന്നാക്കാനല്ല ഈ കാര്യങ്ങളിലൊക്കെ. അപ്പൊ ശുബ്ഹത്ത് ഹലാലും ഹറാമും കൂടി കലരുന്നൊരവസ്ഥ വന്നാൽ അത്യാവശ്യമുള്ളത് മാത്രം വിനിയോഗിച്ച് അത്യാവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുന്നതാണ് ഇസ്ലാമിന്റെ തീരുമാനം. ഫത്വൽ മുഈൻ മുതലായ ഫിഖിന്റെ കിതാബുകളിലൊക്കെ ഉള്ളത് അതാണ്. ഇൻഷൂറിനെയും ആ രീതിയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. നിവൃത്തിയില്ലാത്തത് മാത്രം അനുഭവിക്കുക, അല്ലാത്തത് ഒഴിവാക്കുക. വീടും വാഹനവും ഒരുപോലെ കാണരുത്. ജനാസയെ അനുഗമിച്ചു പോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നതായി കാണുന്നു. ഇതിന് ഖുർആനിലോ ഹദീസിലോ വല്ല തെളിവുകളുമുണ്ടോ? സ്വഹാബാക്കളുടെ ജനാസയെ അനുഗമിച്ചപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഇത് ചെയ്തതായി കാണുന്നില്ല. മാത്രമല്ല, ജനാസയെ അനുഗമിക്കുമ്പോൾ മൗനം ദീക്ഷിക്കണമെന്നാണ് നബി വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബാക്കളോ ചെയ്യാത്ത ഒരു കാര്യം സുന്നികൾ ചെയ്യുന്നതിന്റെ പ്രേരകമായ വസ്തുത എന്താണ്? നബിയോ സഹാബത്തോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, തെറ്റിദ്ധാരണയാണ്. അതൊക്കെ ചില പ്രസിദ്ധീകരണങ്ങൾ എഴുതിയ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്താണ്. അബൂദാവൂദ് റിവായത്തിന്റെ ഹദീസില് സഹാബത്ത് ജനാസയെ അനുഗമിക്കുമ്പോൾ മിതമായ സ്വരത്തിൽ ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് കാണാം. അത്യുച്ചത്തിൽ ചെല്ലരുത് എന്നാണ് ഹദീസിലൊക്കെ ഉള്ളത്. ഉച്ചത്തിൽ ചെല്ലരുത്, മിതമായ സ്വരത്തിൽ, അതായത് ഒരു ഭക്തി ഭയമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ മിതമായ സ്വരത്തിൽ. ഭൗതികമായ സംസാരങ്ങളും ജനാസന്റെ കൂടെ ഒട്ടും അരുത്. ഇന്നിപ്പോ നമുക്കിടയിൽ വ്യാപകമായുള്ളത് എന്താ വെച്ചാൽ നാടൻവർത്താനാണ്. ജനാസനെ അനുഗമിക്കുമ്പോൾ തെങ്ങിന്റെ മണ്ടരി മുതൽ മന്ത്രി സ്വീകരണത്തിൽ കോലാഹലം ഉണ്ടായത് വരെ ജനാസന്റെ കൂടെ പറയും. മരിച്ച ആൾക്കും പുണ്യല്ല, ജീവിച്ച ആൾക്കും പുണ്യല്ല. ഈ ചർച്ച ഉണ്ട്. സഹാബത്തിന്റെ പതിവ് മിതമായ സ്വരത്തിൽ ദിക്ർ ചൊല്ലുന്നതാണ്. മൗനം വീക്ഷിച്ചു എന്ന് പറഞ്ഞില്ല, എന്നാൽ അത്യുച്ചത്തിൽ വേണ്ട എന്ന് പറഞ്ഞു. മിതമായ സ്വരത്തിൽ ദിക്ർ ചൊല്ലുക. അബൂദാവൂദ് റിവായത്തിൽ ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് ഫിഖിന്റെ കിതാബുകളിലൊക്കെ വയുക്റഹുൽ ലഗതു വലൗ ബിസിക്രി, വയുക്റഹുൽ ലഗതു വലൗ ബിസിക്രി, വയുക്റഹുൽ ദിക്റു എന്നൊരു പരാമർശം നാം എവിടെയും കണ്ടിട്ടില്ല. ദിക്ർ ചൊല്ലൽ കറാഹത്താണെന്ന് ഫിഖിന്റെ കിതാബിലൊന്നുമില്ല. വയുക്റഹുൽ ലഗതു വലൗ ബിസിക്രി എന്നുള്ളത് കോലാഹലം ഉണ്ടാക്കൽ കറാഹത്താണ് ജനാസയെ അനുഗമിക്കുമ്പോൾ. അതുകൊണ്ട് മിതമായ സ്വരത്തിൽ ദിക്ർ ചെല്ലുന്നതാണ് സഹാബത്തിന്റെ പതിവ്. അബൂദാവൂദിന്റെ റിവായത്തിൽ കാണാവുന്നതാണ്. ഇമാം നവവി തങ്ങൾ അദ്കാറിൽ ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതും ആകുന്നു. വീഡിയോ ക്യാമറ ഇസ്ലാമിൽ ഏത് നിലക്കെങ്കിലും അനുവദനീയമാണോ? അത് ഒരു നാട്ടിൽ ദീനീ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് ഗൾഫിലെയോ നാട്ടിലെയോ ധനികന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി അനുവദനീയമാണെന്ന് ഒരു മഹല്ലിലെ ഖതീബ് നബിദിന പരിപാടിയുടെ സ്റ്റേജിൽ വെച്ച് പറയുകയുണ്ടായി. ഇത് ശരിയാണോ? ഉചിതമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ വിഷയം വിശദീകരിക്കാം. പക്ഷെ നിങ്ങൾ ഒരു ഖതീബ് ഒരു ഇമാം എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ അനാവശ്യമായ വൈരം ജനിപ്പിക്കുന്ന ചോദ്യം കൊടുത്തയക്കാതിരിക്കുന്ന ഉപകാര വിഷയം മാത്രമേ പറഞ്ഞാൽ മതി. എന്റെ പരാമർശം ഒരു കാരണവശാലും പരസ്പര വൈരുണ്ടാക്കി തീർക്കണ്ട. ഞാൻ സ്വന്തമായി വൈരുള്ള ആളല്ല. വിഷയത്തോട് മാത്രം ആഭിമുഖ്യം കാണിക്കണം എന്നുള്ള താല്പര്യക്കാരനാണ്. പിന്നെ വൈരുണ്ടായാലേ പറ്റുള്ളൂ എന്നുള്ള പൈശാചിക മനസ്ഥിതി നമുക്ക് ആർക്കും വേണ്ട. കാരണം ഞാൻ ഇനിയിപ്പോൾ പറയുമ്പോൾ ഏത് ഖതീബേന്ന് പതി വേറെ ചിലരുണ്ട്, ഏത് ഖതീബേന്ന് പതി അതിന്റെ ആളായിരുന്നു അങ്ങനെ ദയവ് ചെയ്ത് വിഷയം പറഞ്ഞാൽ മതി. നമുക്ക് ഒരു ഖതീബ് ഒരു ഇമാമ് ഒരു സദർ ഒരു മുഅല്ലിം എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? നമ്മൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അതാണ് ഭംഗി. ഞാൻ ഒന്നുണ്ടായിട്ടല്ല, വിഷമമുണ്ടായിട്ട് പറയല്ല. അത് പരസ്പര വൈരം ചെറിയ തോതിലെങ്കിലും നമ്മുടെ ഈ മുഖാമുഖം ആളുകൾക്കിടയിൽ വൈരം ജനിപ്പിക്കരുത്. ഇതൊരു വൈജ്ഞാനികമായ ചർച്ചയാണ്.
പിന്നെ വൈരുണ്ടായാലേ പറ്റുള്ളൂ എന്നുള്ള പൈശാചിക മനസ്ഥിതി നമുക്ക് ആർക്കും വേണ്ട. കാരണം ഞാൻ ഇനിയിപ്പോൾ പറയുമ്പോൾ ഏത് ഹത്തീബേന്ന് വേറെ ചിലരുണ്ട്, ഏത് ഹത്തീബേന്ന് പറയും അതിനാളായിരുന്നു അങ്ങനെ ദയവ് ചെയ്ത് വിഷയം പറഞ്ഞാൽ മതി. നമുക്ക് ഒരു ഹത്തീബ്, ഒരു ഇമാമ്, ഒരു സദർ, ഒരു മുഅല്ലിം എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? നമ്മൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതാണ് ഭംഗി. ഒന്നുണ്ടായിട്ടല്ല, വിഷമമുണ്ടായിട്ട് പറഞ്ഞല്ല. അത് പരസ്പരം വൈരം ചെറിയ തോതിലെങ്കിലും നമ്മുടെ ഈ മുഖാമുഖം ആളുകൾക്കിടയിൽ വൈരം ജനിപ്പിക്കരുത്. ഇതൊരു വൈജ്ഞാനികമായ ചർച്ചയാണ്, ഒരു ചർച്ച, വൈജ്ഞാനികമായ ചർച്ച. അതുകൊണ്ട് നേരത്തെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ അറിവ് ആളുകളുടെ മനസ്സിൽ കിട്ടിയാലും ഉപകാരം. ഇനി ഒന്നും കിട്ടിയിട്ടില്ല, നഷ്ടം ഉണ്ടാക്കണ്ട. എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ, ഒരു ലാഭമല്ലേ, നഷ്ടം ഉണ്ടാക്കണ്ട. ആ രീതിയിലായിരിക്കണം നമ്മൾ ആശയവിനിമയ പരിപാടികളൊക്കെ അഭിമുഖീകരിക്കേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ വീഡിയോ അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അത്യാധുനിക മാധ്യമങ്ങളാണ്. അപ്പൊ ഈ മാധ്യമങ്ങളെ കുറിച്ച് നമുക്ക്, ഞാൻ പറയുന്നത് അന്തിമമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് വളരെ അതിസൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഈ ആരാണ് നന്നാക്കണ കാര്യം മാത്രം ആലോചിച്ചാൽ പോരാ. എപ്പോഴും മറ്റൊന്ന് നന്നാക്കാൻ വേണ്ടി മാത്രമുള്ള സ്വന്തം കാര്യം ആലോചിക്കാതെ എനിക്ക് താല്പര്യമില്ല. ഇതിനെ എങ്ങനെ പറയാ, ഇപ്പം മഹാ അഹങ്കാരി, ലാളിക്ക അങ്ങനെ പറയാ, ഇവൻ മഹാ ആർഭാടക്കാരനും, അങ്ങനെയൊക്കെയുള്ള ഇന്നത്തെ പൊതുജീവിതം എന്ന് പറഞ്ഞത് നമുക്ക് താല്പര്യമില്ല. ഈ പറയുന്ന ആളിൽ ഇതില്ലെങ്കിൽ പിന്നെ അയാളെ പറയാൻ യോഗ്യനല്ല സത്യത്തിൽ. ഒക്കെ മനുഷ്യന്മാരിതൊരു മാർക്കോട് ഒഴിഞ്ഞ് എന്നിട്ട് ആൾക്കാർ പോയത്തക്കാരൊന്നല്ല. കിതാബ് ഓതിയിട്ടുണ്ടാവില്ല എന്ന് എഴുതിയിട്ട് ജനങ്ങൾ മൊത്തം പോയത്തക്കാരാന്ന് വിചാരിക്കരുത്. ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു ഏകദേശം മാർക്കറിലുണ്ടാവും. ജനങ്ങളെ മനസ്സിലാക്കും. ഈ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താ മാധ്യമം? അത് ഞാൻ ഉദാഹരണത്തിലൂടെ പറയാൻ പാത്രം പോലെയാണ്. ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നതിന്റെ ഹുക്കം എന്താ? ഒന്നാമത് ഹുക്മ പറയുമ്പോൾ അത് മുക്കല്ലഫിന്റെ അഫ്ആലിനോടാ ബന്ധപ്പെടുക. ശറഅ് കൊണ്ട് തീർത്തിക്കപ്പെട്ട ആളുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് ഹുക്മ പറയാം. ആ പ്രവർത്തനം ഹലാലാണോ ഹറാമാണോ പ്രവൃത്തി, അല്ലാതെ ഈ പെട്ടി ഹലാലാണോ ഹറാമാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഗ്ലാസ് അതിന്റെ ഉപയോഗത്തിന്റെ ഹുക്മ എന്താ? ഇതിൽ ജീരകം എല്ലാം തോന്നുന്നുണ്ട്, ഇതിന്റെ അടിയിൽ ജീരകം കാണുന്നുണ്ട്. ഇത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധമല്ല, അനുവദനീയാണ്. ഇതേ ഗ്ലാസ് കള്ളുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലോ ആ ഉപയോഗം ഹറാമാണ്. ഈ ഗ്ലാസിന്റെ ഉപയോഗം ഒരിക്കൽ ഹലാലായി മറ്റൊരിക്കൽ ഹറാമായി. അതിന് കാരണം എന്താ? ഗ്ലാസ് അല്ല കാരണം, അത് എന്തിന് വിനിയോഗിച്ചു എന്നതാണ്. എന്തിന് വിനിയോഗിച്ചു? ഇതാണ് മാധ്യമങ്ങളുടെ അവസ്ഥ. മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ നിവൃത്തില്ല. നേരെ മറിച്ച് ശറഅയിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമങ്ങളുടെ ഉപയോഗമെങ്കിൽ തീർച്ചയായും അത് തെറ്റായ കാര്യമാണ്. അപ്പൊ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ശറഅയായ ഹുക്മ്. എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? കാരണം മുക്കല്ലഫിന്റെ അഫ്ആലിനോടാണ് ഹുക്മ് ബന്ധപ്പെടുക. മുക്കല്ലഫ് ശറഅ് കൊണ്ട് തീർത്തിക്കപ്പെട്ട ആള് ഇതിനെ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു അതിനെ ആശ്രയിച്ചിരിക്കും. അഫ്ആലുൽ മുക്കല്ലഫീനുമായാണ് ഹുക്മ് ബന്ധപ്പെടുന്നത്. ഈ മാധ്യമം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? ഒരു വീഡിയോ മാത്രമല്ല, ഏത് മാധ്യമവും എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട. നമ്മൾ കുറെ മാസികയും വാരികയൊക്കെ വായിക്കണില്ലേ? എല്ലാ പ്രസ്ഥാനക്കാർക്കുണ്ട് മാസികയും വാരികയും. സുന്നിക്കുണ്ട്, എല്ലാ സുന്നിക്കുണ്ട്, സുന്നി അല്ലാത്തവർക്കുണ്ട്. ദിനപത്രങ്ങൾ വരണ്ട്, മാസികണ്ട്, വാരികണ്ട്, ദ്വൈവാരികണ്ട്, പുസ്തകങ്ങളുണ്ട്. അതേ സമയത്ത് സിനിമക്കാർക്കില്ലേ കുറെ? സിനിമ മാസികണ്ട്, വാരികണ്ട്, ദിനപത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മാസികയും വാരികയും വായിക്കാൻ പാടില്ല, അത് വായിക്കണമെന്ന് പറഞ്ഞ എന്താ കാരണം? മൂല്യന്മാരൊക്കെ പാടെ കൂടിയിട്ട് ഇതിന് വരിക്കാറ് ചേർക്കാൻ പറ്റും. സുന്നി അഫ്താറിന് വരിക്കാരനാവണം, പ്രബോധനത്തിന് വരിക്കാരനാവണം, അൽമനാറിന് വരിക്കാരനാവണം, സുന്നി വോയിസിന് വരിക്കാരാവണം, എല്ലാ ഗ്രൂപ്പും വരിക്കാരാവണം എന്ന് പറയുന്നില്ലേ? നാനക്ക് വരിക്കാരാവണം, സ്ഥാനക്ക് വരിക്കാരനാവണം, മറ്റു വരിക്കാരാവണം എന്താ പറയാത്ത? ഒക്കെ മാധ്യമല്ലേ? മാധ്യമമാണ്. പക്ഷേ ഈ മാധ്യമം ദീനീ പ്രചരണത്തിന്റെ പേരിലാണ്, മറ്റേ മാധ്യമം വേറെ പ്രചരണത്തിന്റെ പേരിലാണ്. അപ്പൊ ഈ മാധ്യമത്തെ എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ കരുതലോടെ ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തണമെന്നൊരു മനസ്സാക്ഷി എന്താ അറിയോ? ദൃശ്യ മാധ്യമങ്ങളിൽ അധികം വഴിതെറ്റിക്കുന്ന രീതിയിൽ പോകുക, അതിന് വലിയ ബേജാറ്. തലമുറകളെ, പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന രീതിയിലായി പോവുക എന്നുള്ള ബേജാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടാനുസരണത് വിനിയോഗിച്ചോളി എന്ന് പറഞ്ഞാൽ കുരങ്ങിന് എണീറ്റ് കൊടുക്കുന്ന മാതിരിയാവും. അല്ലെങ്കിലും അത് കയറാൻ വെച്ചാണ്.
അതിന്റെ പുറമെ ഏണിയും കൂടി വെച്ചു കൊടുത്താൽ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ മനസ്സാക്ഷി കുത്തുന്നത്. നമ്മളിതൊക്കെ പറയാൻ വേണ്ടി വിധിക്കപ്പെട്ടു, കിതാബോകാനുള്ള യോഗം ഉണ്ടായത് പറയാൻ വിധിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് നമ്മളെ പറച്ചിൽ കാരണം ഏതെങ്കിലും ഒരാൾ നന്നാകല്ലാതെ ഒരാൾ മോശമായാൽ അതിന്റെ പാപഭാരം കൂടി നമ്മൾ ഏൽക്കണ്ടേ? അത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താൻ നിവൃത്തില്ല. ബടക്ക് കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനാണെങ്കിൽ തീർച്ചയായും അത് വിലക്കപ്പെടേണ്ടതാണ്. അത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ പത്രമാധ്യമങ്ങളും പ്രസിദ്ധീകരണ മാധ്യമങ്ങളുടെ സ്ഥിതിയും മറിച്ചല്ല. അത് നമ്മളൊക്കെ അനുഭവിച്ചു വരുന്നതും ആകുന്നു. ഇന്നിപ്പോ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ ഈ IT മേഖല നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇൻഫർമേഷൻ ടെക്നോളജി അത് വളരെ പുരോഗമിച്ചൊരു കാലത്താണത്. ആ മേഖലയിൽ നമുക്ക് മാറിക്കാൻ കഴിയും. പക്ഷെ എന്താ അതുകൊണ്ടുള്ള ഇന്റർനെറ്റ് കൊണ്ടുള്ളത്? കുറെ ഗുണങ്ങളുണ്ട്, എന്നാ ദോഷങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള പറഞ്ഞത് ഒരു കച്ചവടക്കാരനാണെങ്കിൽ, ഒരു പ്രമുഖ വ്യാപാരിയാണെങ്കിൽ, വ്യവസായിയാണെങ്കിൽ അയാൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ കാര്യം നടക്കൂല. അത് നടക്കൂല. മലേഷ്യയിൽ ഇന്ന് എന്താണ് കൊപ്പറിന്റെ വില അല്ലെങ്കിൽ ഓയിലിന്റെ വില എന്ന് അറിയണമെങ്കിൽ അയാൾക്ക് ആളിപ്പോൾ ഇവിടെ നിന്ന് അറിയണ്ടേ? ടെലിഫോൺ ചെയ്ത് വെക്കാനൊക്കോ? അയാൾക്ക് അയാളെ ഇടപാടുകൾ ഇമെയിൽ മുഖേന ഒരു കത്ത് കൈമാറണമെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ എന്ത് ചെയ്യും? നിവൃത്തില്ല. ഇന്നൊരു അനിവാര്യമായി വന്നു അത്. അതേ സമയത്ത് ഈ ഇന്റർനെറ്റിൽ തന്നെ വേണ്ടാത്ത സർവ്വ തോന്നിയാസങ്ങളും കിട്ടും. ഈ വ്യവസായിന്റെ മകന് തോന്നിയാസം വേണ്ടതെന്നുണ്ടെങ്കിൽ ഓനെ നിയന്ത്രിക്കലേ മാർഗമുള്ളൂ. അത് മാധ്യമങ്ങളുടെ പൊതുസ്ഥിതിയാണത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മാധ്യമം തന്നെയാകുന്നു വീഡിയോ എന്നതും. ചുവന്ന കുന്നിൽ ചേകന്നൂർ മൗലവിയുടെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിനിടയിൽ നായയുടെ എല്ല് കിട്ടിയല്ലോ. ചേകന്നൂരിന്റെ കോലം മാറ്റപ്പെട്ടതാണോ? എനിക്കറിയില്ല. ഖുതുബയ്ക്ക് മുമ്പ് പ്രസംഗിക്കുന്നതിന്റെ വിധി എന്ത്? ഷംസുൽ ഉലമ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷംസുൽ ഉലമ ഹറാമാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, എഴുതിയത് ഞാൻ വായിച്ചിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു പക്ഷെ പറഞ്ഞിരിക്കാം, എഴുതിയിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലായിരിക്കാം, എഴുതിയിട്ടില്ലായിരിക്കാം. ഞാൻ നേരാണീ പറഞ്ഞു കേട്ടോ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ കറാഹത്താണെന്ന് ചില ഇബാറത്തുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷംസുൽ ഉലമ ഒരു മുഫ്തിയായിരുന്നു. അദ്ദേഹത്തിന് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും. ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കറാഹത്താണെന്നാണ്. അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഈ ജുമാഅക്ക് മുമ്പ് ഈ മുദാക്കറത്തുൽ ഇൽമിനുള്ള ഹൽഖ ഇരിക്കുന്നതിന് വിലക്കിക്കൊണ്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം റാസി തങ്ങൾ, അതുപോലെ ചില ഫുഖഹാ ഒക്കെ, അതിന് മുഫസ്സിറുകൾ, ചില ഫുഖഹാ ഒക്കെ കറാഹത്താണെന്ന് എഴുതിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതാണ് എനിക്കത് സംബന്ധിച്ചുള്ള വിവരം. എന്തിനാണ് മുഹിയുദ്ദീൻ ഷേഖിനെ തന്നെ 1000 പ്രാവശ്യം വിളിക്കുന്നത്? മറ്റുള്ള വല്ലവരെയും വിളിച്ചാൽ പോരെ? തീർച്ചയായും റിഫായി ഷേഖിനെ വിളിക്കാൻ ആ ചോദിച്ച ആളോട് ഞാൻ ശുപാർശ ചെയ്യുന്നു. മൊയ്തീൻ ഷേഖിനെ 1000 വട്ടം വിളിക്കുന്നത് സത്യം എന്താണെന്നറിയോ നിങ്ങള്? സദഖത്തുല്ലാഹിൽ ഖാഹിരി, അത് ഓരോ തെരീഖത്തിന്റെ മശായിഖ്മാർ ഓരോരുത്തർക്ക് ഓരോ മാർഗം ഉണ്ടാവും. നിശ്ചിത ഔറാദുകളും അദ്കാറുകളും ഉണ്ടാവും ചില മശായിഖ്മാർക്ക്. സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങള് അദ്ദേഹത്തിന് ലഭിച്ച ഇജാസത്ത് അനുസരിച്ച് അദ്ദേഹം രചിച്ച പദ്യത്തിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കുതുബിയത്തിൽ പറയപ്പെട്ടത്. ഇനി അതുപോലെ റിഫായി ഷെയ്ഖ് തങ്ങളെ 2000 വട്ടം വിളിക്കാനുള്ള ഒരു ഇജാസത്ത് മറ്റൊരു ഷെയ്ഖിനോ മുരീദിനോ ലഭിക്കുകയാണെങ്കിൽ അവരങ്ങനെ വിളിക്കുന്നതിൽ നമുക്ക് യാതൊരു വിരോധവും ഇല്ലാത്തതാകുന്നു. നിസ്കാരത്തിൽ ചിലർ തലമറച്ചും ചിലർ തലമറക്കാതെയും കാണപ്പെടുന്നു. ഇത് മോശമായി തോന്നുന്നു. ഒന്ന് വിശദീകരിച്ചാലും. തലമറക്കൽ സുന്നത്താണ് എന്നതിന് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലമറച്ചു. തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, അതിനാണ് ഹദീസ്, സുന്നത്ത് എന്നൊക്കെ പറയാം. തങ്ങളുടെ പ്രവൃത്തിയിൽ അതിന്റെ തങ്ങൾ നിലം മറച്ചു. അത് മാത്രമല്ല, തല മറക്കുന്ന ആളുകൾക്ക് റഹ്മത്തിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. തങ്ങനെ തല മറക്കുന്നതിൽ തങ്ങളുടെ പതിവെന്തായിരുന്നു പറയും? തൊപ്പി അതിന്റെ മേലെ തലപ്പാവും. ഞാനത് മുഴുവനായി പാലിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ പൂർണ്ണ രൂപം അപ്പോഴേ ലഭിക്കൂ.
ഞാനേ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് അത് വേണ്ടാന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇന്റെ പ്രവൃത്തി മോശം എന്നല്ലേ പറയണ്ടുള്ളൂ. നമ്മൾ ഒരാൾ ചെയ്യാത്തൊരു കാര്യം നമ്മളടുത്തൊരു മോശം വന്നിക്കണമെങ്കിൽ ആ മോശം വേറുള്ളവരെയും ഇതിൽ പ്രചരിപ്പിക്കണ്ട. നമ്മളെ വീഴ്ചയ്ക്ക് നമ്മൾ പശ്ചാത്താപിക്കുക, നമ്മൾ നന്നായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നല്ലാതെ വേറുള്ളവരെയും കൂടി എന്തിനാ മോശമാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊക്കി അതിന്റെ മേലെ തലപ്പാവും ധരിച്ചു. മാത്രമല്ല, അങ്ങനെ അസ്ഹാബുൽ അമായിമിന് തലപ്പാവ് ധരിക്കുന്ന ആളുകൾക്ക് റഹ്മത്തിന് വേണ്ടി തങ്ങൾ ദുആ ചെയ്തു. ആ രീതിയിൽ തങ്ങൾ പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഇസ്ലാമിൽ മതിയായ പ്രമാണമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് വേണ്ടത്. മറിച്ച് ചെയ്യുന്ന ആളുകൾ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കേ ഉപദേശിക്കേ ഒക്കെ ചെയ്ത് നോക്കാം. ഒരു നല്ല കാര്യമാണ്, മാറി നിന്നാൽ അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ ആ നല്ല കാര്യത്തിന് അയാൾക്ക് യോഗം ഉണ്ടായില്ല, ഭാഗ്യം ഉണ്ടായില്ല എന്നേ വിചാരിക്കണ്ടു. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. തബ്ലീഗ് ജമാഅത്തിൽ കൂടാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എന്താണ് കാരണം? വിശദീകരിക്കാമോ? മര്യാദക്ക് പോണ ബൈക്ക് എന്തായാലും പോയിക്കൂടെ, എവിടേക്കെങ്കിലും ഒന്ന് വളഞ്ഞു പോണെന്നാണ്. ഈ പുതുതായി വരുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസ പരിശോധിക്കേണ്ടത്. ജമാഅത്ത്, മുജാഹിദ്, തബ്ലീഗ് മൂന്നിനുള്ള അടിസ്ഥാനപരമായ വൈകല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അമ്പിയാക്കന്മാരുടെ പാപ സുരക്ഷിതത്വം നിഷേധിക്കുകയും അമ്പിയാക്കന്മാര് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെന്ന് ആരോപിക്കുകയും ചെയ്തതാണ്. ഈ ആക്ഷേപം ജമാഅത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, മുജാഹിദിനുണ്ടായിട്ടുണ്ട്. അമ്പിയാക്കന്മാരെ കുറിച്ചുള്ള ഒരു വീക്ഷണ വ്യത്യാസത്തിലാണ് ഇപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം തുടങ്ങുന്നത്. പിന്നെ അതിങ്ങനെ മാലിക്കും മൗലൂദിക്കൊക്കെ പിന്നെ വന്നു എന്നുള്ളൂ. തുടക്കം അവിടെ. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപകൻ അബുൽ അല അദ്ദേഹത്തിന്റെ തഫ്സീമാത്ത് 2ാം വോള്യം 43-ാം പേജിൽ അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് और एक लतीफ नुक्ता है, अल्लाह ताला ने दिल इरादा हर नबी से किसी न किसी वक्त अपनी हिफाजत उठाकर एक दो लफ्ज़ से सरसिद हो जाने दी है ताकि लोग अंबिया को खुदा न समझे. എല്ലാ അമ്പിയാക്കന്മാർക്കും അബദ്ധം ഉണ്ടാവുന്ന മുമ്പിൽ പറഞ്ഞു. അമ്പിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ തമ്മിലൊക്കെ പറഞ്ഞാൽ മതി, അമ്പിയാക്കന്മാരെ കുറിച്ച് പറയണ്ട. അത് പരിശുദ്ധരായിരുന്നു എന്ന് നമ്മൾ പറയണം. എന്നാലല്ലേ ആ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നമുക്ക് യോഗ്യതയുള്ളൂ. നമ്മൾ അവരെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരല്ലേ. അതുകൊണ്ട് അമ്പിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ന്യായം കണ്ടെത്തുകയാണ്. തൂബാന്റെ വാതിൽ അടഞ്ഞാലും തെരുവീലിന്റെ വാതിൽ അടയില്ലോ, അങ്ങനെ കണ്ടെത്തുന്നതിൽ അർത്ഥമില്ല. നടുവത്തെ നേതാക്കളിൽ പ്രമുഖനായ ഉമർ മൗലവി അയാളുടെ സൽസബിയിൽ 1-ാം പുസ്തകം 3-ാം ലക്കം 33-ാം പേജിൽ പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും നിത്യവും ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു. സർവ്വ അമ്പിയാക്കന്മാർക്കും തെറ്റുണ്ടാവും. നമ്മൾ പറഞ്ഞ അമ്പിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പരാമർശിക്കുക, അങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്യേ സാധാരണക്കാർക്ക് വായിക്കാൻ കൊടുക്കുന്നത് ചെയ്യേണ്ടതൊക്കെ മോശമാണ്. നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞതാണ്. അതിന്റെ പേരിൽ മൂല്യന്മാർ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. മൂല്യന്മാരെ പറയാൻ വേറെ തന്നെ കാരണങ്ങളില്ല. ഇത് മോശമാണ് അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്. ഇതേ സമീപനം തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ ജനാബ് ഇല്യാസി സാഹിബിന്റെ തിരുവചനങ്ങൾ മുഹമ്മദ് മൻസൂർ നൊഹ്മാനി ക്രോഡീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മൻസൂർ നൊഹ്മാനി ക്രോഡീകരിച്ചതാണ് ഹസ്രത്ത് മൗലാന മുഹമ്മദ് ഇല്യാസ് സാഹിബിന്റെ മൽഫൂലാത്ത് തിരുവചനങ്ങൾ, തിരുമൊഴികൾ. അതിന്റെ 87-ാം പേജിൽ അമ്പിയാക്കന്മാരിൽ നിന്ന് സാധാരണ ജനങ്ങളുമായി സഹവസിക്കുന്നത് കാരണം കദൂറാത്തുണ്ടാകും. 3 നേതാക്കന്മാർ 3 പരാമർശം നടത്തി. തബ്ലീഗ് സ്ഥാപകൻ പറഞ്ഞു കദൂറാത്തുണ്ടാകും, ജമാഅത്ത് സ്ഥാപകൻ പറഞ്ഞു ലഗ്വിസ് ഉണ്ടാകും, നടുവത്ത് നേതാവ് മലയാളി ആയതുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു തെറ്റുകൾ ഉണ്ടാകും. ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പോൾ അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ നിഷേധിക്കുകയും അവരുടെ മേൽ കുറ്റാരോപണം നടത്തുകയും ചെയ്തു എന്നതാണ് ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെയുള്ള പ്രധാനമായ ഓരോ തെറ്റുകൾ. കണ്ണൂർ കാമ്പക്കാറിൽ വെച്ച് ഞാനിത് പറഞ്ഞു. കണ്ണൂർത്തായതുകൊണ്ട് അതിർക്കരിക്കൂരെന്ന് പറഞ്ഞു. എന്റെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തളിപ്പറമ്പിൽ നിന്ന് വന്ന ഏതാനും തബ്ലീഗ് പ്രവർത്തകർ ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ചില സംശയം ചോദിക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ട്രെയിനിന് കണക്കാക്കി പ്രസംഗം നിർത്തിയിട്ട് പോവാണ്. എപ്പോഴും ഈ തിരക്കുണ്ട്. അങ്ങനെ അപ്പൊ ചെയ്യാ, ഓരോരുത്തർക്കും ഓരോ യോഗല്ലേ. പോയാൽ തിരക്ക് അവർ സമ്മതിക്കൂല, പിറ്റേന്ന് ചോദിക്കാൻ സമയം തന്നില്ല എന്നാ പറയാം. ആയിക്കോട്ടെ, ചോദിച്ചോളെന്ന് പറഞ്ഞു. എന്റെ ധാരണ ഇതിൽ ഇങ്ങനെ പുസ്തകമില്ല എന്ന് പറയും, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ അത് ഇല്ല എന്ന് പറയുന്നതെന്ന് ഞാൻ ധരിച്ചത്. തബ്ലീഗുകാർ സാധാരണ അങ്ങനെ പറയാറ്. ഇവരെ കയ്യിൽ ഈ മൽഫൂലാത്ത് കാണുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞു, ഈ പറഞ്ഞതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു.
അമ്പിയാക്കന്മാർക്ക് തെറ്റുണ്ടാവുമെന്ന് പറഞ്ഞതിൽ എന്താണ് കുഴപ്പമെന്നാ ചോദിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. എന്റെ പ്രതീക്ഷ അങ്ങനെ ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ പുസ്തകമല്ല എന്ന് പറയുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിക്കാത്ത ചോദ്യമായി പോയി. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ ഉടനെ പറഞ്ഞു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നുള്ള മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചതാണ് കുഴപ്പമെന്ന് പറഞ്ഞു. അമ്പിയാക്കന്മാര് തെറ്റ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണ മാനസികാവസ്ഥയിൽ ഈ പ്രസ്ഥാനമല്ല നിങ്ങൾ എത്തിച്ചത്. സാധാരണക്കാരെന്നുള്ള നിലക്ക് അമ്പിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് തോന്നിയില്ലോ. നിങ്ങൾ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിരുത്തില്ലേ? അതിന്റെ കുഴപ്പമില്ല. എന്റെ മറുപടി അവർ പ്രതീക്ഷിച്ചില്ല തോന്നുന്നുണ്ട്. അവർ കുറച്ചു നേരം അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാ ഞങ്ങൾ പോവാണ് കാരണം ഓ ശരി എനിക്കും ധൃതി കയറുന്നു ഞാൻ അങ്ങനെ. അപ്പൊ അമ്പിയാക്കന്മാരുടെ മേൽ കുറ്റാരോപണം നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് അതിൽ അംഗമാകാൻ പാടില്ലാത്തതാകുന്നു. ഒരു ഉപചോദ്യമാണ്. മുബ്തദഇന്മേൽ മയ്യത്ത് നിസ്കരിക്കൽ പണ്ഡിതന്മാർക്കും ഹറാമാണെന്നും സാധാരണക്കാർക്ക് കറാഹത്താണെന്നും കേരളത്തിലെ ഒരു വിഭാഗം സുന്നി പണ്ഡിതർ പറയുന്നു. മുബ്തദഇന്മേൽ മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? ഇത് സംബന്ധമായി നാലാൽ ഒരു ഹുക്മ് വ്യക്തമായി പറയുവാൻ അത് സംബന്ധമായി വിമർശകരുമായി ചർച്ചക്കും സമസ്തക്കാർ തയ്യാറാകുമോ? ഷംസുൽ ഉലമ ഇത്തരം നിസ്കാരം ഹറാമാണെന്ന് പറഞ്ഞതായി ദാരിമീസ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച സ്മരണികയിൽ കാണുന്നു. ഇത് സംബന്ധമായി എന്ത് പറയുന്നു? ചർച്ചക്കൊക്കെ ഒരുക്കാണ്. ഞാൻ ഈ ഇതുവരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുവരെ പറഞ്ഞത് ഇനി പറയാൻ പോകുന്നു. ആ വിഷയത്തിലൊക്കെ ആരേറ്റും ചർച്ചക്ക് ഒരുക്കാണ്. ആ ചർച്ച എന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട. അതിനൊക്കെ നിങ്ങൾ ഈ വലിപ്പത്തിൽ വേറെ ആളോ ചർച്ചയ്ക്ക് നിങ്ങൾ ആരൊക്കെയുള്ള വെച്ചാൽ എല്ലാവരും ഇപ്പൊ തന്നെ വന്നോളൂ. ഞാൻ എനിക്ക് അറിയുന്നതേ പറയുന്നുള്ളൂ, അറിയാത്ത അറിയില്ല എന്നാ പറയുന്നത്. ഞാൻ പറയുന്ന മസാലക്ക് ഒന്നുകിൽ ഞാൻ ആയത്തിന് തെളിവ് തഫ്സീറിലുള്ളതേ ഞാൻ പറയുള്ളൂ. എന്റെ ഇഷ്ടത്തിന് ഞാൻ ആയത്ത് പറയില്ല. ഒരായത്തും അതിന്റെ തഫ്സീറും ഉണ്ടാവും, ഹദീസും അതിന്റെ ശറഹും ഉണ്ടാവും, ഫിഖ്ഹിലെ മസലയും ഉണ്ടാവും. അതില്ലാത്തൊരു വിഷയം ഞാൻ പറയാറില്ല. അതുകൊണ്ട് ചർച്ച അതാ ഞാൻ പറഞ്ഞതിന്റെ ഹുക്മ് നാലാவது ഹുക്മ് എന്നൊക്കെ പറയുമ്പോൾ വലിയ വിവരം എന്നുള്ള വലിയ പൊങ്ങച്ചത്തിലാണ് ഏറ്റുകൊടുത്തേക്കുന്നത്. സുഹഫ, മുഗനി, നിഹായ, മിന്നാജിന്റെ മറ്റ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ ശറഹുകളൊക്കെ ഞാൻ മുത്താലാ ചെയ്താണ്. മയ്യിത്ത് നിസ്കരിക്കല് സാധാരണ ജനാസ നിസ്കരിക്കുന്നതിന്റെ ഹുക്മ് എന്താ? ഫർദ് കിഫായി അല്ലേ? ആ ഹുക്മിൽപ്പെട്ട തന്നെയാണ് മുബ്തദി മരിച്ചാലും ഫാസിഖ് മരിച്ചാലും ഷാഫി മദ്ഹബിലുള്ള ഹുക്മ്. ഹംബലി മദ്ഹബിലാണെങ്കിൽ അത് പാടില്ലാത്തതാണ്. ഹംബലി മദ്ഹബ് അനുസരിച്ച് ശംസുൽ ഉലമ ഫത്വ കൊടുത്തോന്ന് എനിക്കറിയില്ല. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള ആൾക്ക് മറ്റേ മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കാമല്ലോ. ചോദിച്ച ആൾ ആരാന്നും കൂടി അറിയണം. മറുപടി ഏതാന്ന് മാത്രം നോക്കിയാൽ പോരാ, ചോദിച്ച ആൾ ആരാന്നും കൂടി അറിയണം. ചോദിച്ച ആൾ ഹംബലി മദ്ഹബാരനാണെങ്കിൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ടാവും. ചോദിച്ച ആൾ ഷാഫി മദ്ഹബാരനാണെങ്കിൽ അതനുസരിച്ച് ഫത്വ കൊടുക്കും. ചോദ്യകർത്താവിനെയും കൂടി അറിഞ്ഞാലേ ഈ ഫത്വ ഏത് അടിസ്ഥാനത്തിലാണെന്നും കൂടി തീർച്ചപ്പെടുത്താൻ കഴിയൂ. പ്രത്യേകിച്ച് 4 മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള ഒരാളാകുമ്പോൾ. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫാസിഖ് ആണെങ്കിലും മുബ്തദി ആണെങ്കിലും ഓന്റെ പേരിൽ മയ്യിത്ത് നിസ്കരിച്ചു കൊള്ളണം. ഹംബലി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാൻ പാടില്ലാത്തതാണ്. മറിച്ചൊരു മസ്അല ഷാഫി ഫിഖ്ഹിലില്ല. ആരെങ്കിലും ഒരു അബദ്ധം പണ്ട് ദീദിയാജ് മരിച്ചപ്പോൾ അബദ്ധം പറഞ്ഞാൽ കുടുങ്ങിയതാ, പിന്നെ അതിന് മസാല ഉണ്ടാക്കി നടക്കുക. കിതാബ് ഓതി പഠിക്കണം. വെറുതെ കോലം കെട്ടിയതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഷാഫി മദ്ഹബിൽ മറ്റൊരു മസാല കാണിച്ചു തരാം. ഉമ്മ പ്രസവിച്ചൊരു മൂല്യർ ഇപ്പൊ കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. വിനയത്തിൽ പറയാനായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ വരെ ഈ വല്ലതും ഉണ്ടെങ്കിലും കൊടുത്തേക്കുന്ന കാണാലോ. ഷാഫി മദ്ഹബിൽ ഏത് ഫിഖിലുള്ളത് മുസ്തഫരിൽ മുതൽക്ക് നോക്കിക്കോളി. വെറുതെ ഇങ്ങനെ മനുഷ്യൻ കോലം കെട്ടി നടന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ പഠിച്ചാലും ഈ കാസറ്റും ഈ പ്രഭാഷണവും ഈ കാസറ്റും തന്നെ വലിയ കുപ്പായിട്ടാ മതി. വിവരം വേണ്ട. തുണിച്ചാപ്പ് പോയ ആർക്കും കാര്യം എടുത്താൽ കിട്ടൂല. നല്ല നിലക്ക് പഠിച്ചാണ്. ജുമഅക്ക് മുമ്പുള്ള പ്രസംഗം കറാഹത്താണെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. എന്നാൽ സ്ഥിരമായി കറാഹത്ത് ജീവിതത്തിൽ പകർത്തുന്നതിന്റെ വിധി എന്താണ്? മറുപടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഹബീബുമാരെ ജുമാന്റെ മുമ്പുള്ള പ്രസംഗത്തിൽ മാത്രമല്ല, നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരമായി കറാഹത്തുകൾ വന്നുകൊണ്ടിരിക്കേണ്ടി എല്ലാവരും. സമസ്ത മുമ്പ് ഇറക്കിയ ഈലാഹി എന്ന ഗ്രന്ഥത്തിൽ മലബാർ മുസഹഫിൽ ഓതാൻ പാടില്ല എന്നും അത് കരിച്ചു കളയണമെന്നും കണ്ടു. ഇന്നും സമസ്തയുടെ മദ്രസയിൽ മലബാർ മുസഹഫിൽ പഠിപ്പിക്കുന്നു. ഇത് വിശദീകരിക്കാമോ?
സമസ്ത ഇറക്കിയ ഈലാഹിലുള്ള വാചകം എന്താണെന്ന് ഈലാഹിന്റെ ഒരു കൂട്ടിന്റെ ഉണ്ട്. ഞാനത് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ മുയല് നായാട്ടിന് പോകുമ്പോ ആ കാട്ടിൽ സിംഹം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞമ്മക്കാവശ്യം മുയലാണെങ്കിലും. പാഠം 21 റസ്മുൽ ഉസ്മാനി, പഴയ ഈലാഹിലെ പാഠഭാഗം. അതില് ഉള്ളതെന്താ? അറബി എഴുത്തിന് പൊതുവിലുള്ള നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കാൻ പല സ്ഥലത്തും ഖുർആനിലുള്ള എഴുത്ത്, ഈ എഴുത്തിന് റസ്മുൽ ഉസ്മാനി എന്ന് പറയപ്പെടുന്നു. റസ്മുൽ ഉസ്മാനിയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഖുർആൻ എഴുതുകയോ അച്ചടിക്കുകയോ ചെയ്യുന്നത് 4 മദ്ഹബ് പ്രകാരവും ഹറാമാണ്. തിരുത്താൻ സാധിക്കാത്ത വിധം റസ്മുൽ ഉസ്മാനി പ്രകാരമല്ലാതെ അച്ചടിക്കപ്പെട്ട മുസ്ഹഫുകൾക്ക് ഹുർമത്തില്ല എന്നും അവ നശിപ്പിച്ചു കളയേണ്ടതാണെന്നും മുഹമ്മദുൽ ഖത്താബുൽ ഖുർദിയ ഷാഫി അൽ മക്കി തന്റെ താരീഖുൽ ഖുർആൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തായി പറഞ്ഞത്? തിരുത്താൻ സാധിക്കാത്ത വിധം റസ്മുൽ ഉസ്മാനി പ്രകാരമല്ലാതെ അച്ചടിച്ചത്. തിരുത്താൻ സാധിക്കാത്ത വിധമല്ലാതെ അച്ചടിച്ചാൽ കുഴപ്പമാണ്. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞ സാക്ഷാൽ റസ്മുൽ ഉസ്മാനി ഏതാ? നിങ്ങള് ഇതാ ഈ കാണുന്നതാണ്. ഇത് നിങ്ങളെ കൂട്ടത്തിൽ മോര്യനും വായിക്കൂല, നാടനും വായിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള എഴുത്തതാണ്. ആ രീതിയിൽ മാത്രം എഴുതിയാൽ നിങ്ങളെ കൂട്ടത്തിൽ മോര്യനും ഓതൂല, നാടനും ഓതൂല, ഞാനും ഓതൂല. എനിക്കും കഴിയുന്നല്ല പറഞ്ഞു, സാധിക്കൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് പിൽക്കാലത്ത് ഹജ്ജാജിന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. അതിന് ഹർക്കത്തും പുള്ളിയൊക്കെ ഇടാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പ് ഹർക്കത്തും പുള്ളിയൊന്നുമില്ല. പുള്ളില്ലാതെ ബ ത സ ഇത് 3 പുള്ളില്ലാതെ എഴുതി അങ്ങനെ ഉണ്ടാവും. ജീമ് ഹ 3 പുള്ളില്ലാതെ എഴുതിയാൽ നമുക്ക് 3 ഹ ആവൂലേ? ദാലും പുള്ളില്ലാതെ എഴുതിയാൽ നമുക്ക് 2 ദാലാവൂലേ? റാം ദായും പുള്ളില്ലാതെ എഴുതിയാൽ നമുക്ക് 2 റാ ആവൂലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള എഴുത്ത് അങ്ങനെയാണ്. ആ രീതിയിലുള്ള ഒന്നിപ്പോ എവിടെയില്ല. പിന്നെ ചില ആളുകൾ എന്തോ ഒരു ഹോസ്പിറ്റൽ ബസ് ഇപ്പോ വാങ്ങിയിട്ടുണ്ട്, അതിലവർ മുസ്ഹഫ് അടിക്കുന്നുണ്ട്, അത് വിറ്റ് ചെലവാക്കണം, അതിന് വേണ്ടി ഒരു ഏർപ്പാട് പറയുന്നു മാത്രമേ ഉള്ളൂ. ഏത് വരെയെന്നറിയാം നിങ്ങൾ? റസ്മുൽ ഉസ്മാനിയെ കുറിച്ചുള്ള അഭിപ്രായം 3 തരത്തിലാണ്. അതേ നിലക്കന്നെ എഴുതണം എന്നുള്ള നിർബന്ധക്കാരുണ്ട്, അതുണ്ട്. അങ്ങനെ അഭിപ്രായമുണ്ട്, അതേ നിലക്കന്നെ എഴുതണം, ഒരു മാറ്റം വരുത്താൻ പാടില്ല. മാലിക് ഇമാമൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായമാണ് ഈലാഹിൽ അദ്ദേഹം എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരു മാറ്റം വരുത്താൻ പാടില്ല. മറ്റൊരു വിഭാഗം പറഞ്ഞു അങ്ങനെ റസൂൽ ഉസ്മാൻ അനുസരിച്ച് എഴുതേണ്ടതില്ല, സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലാകും, ഹർക്കത്തും പുള്ളിയൊക്കെ ഇട്ട് സാധാരണക്കാരെന്ന് വായിക്കുന്ന രീതിയിൽ ഇസ്ലാം അനുസരിച്ച് എഴുതേണ്ടതാണ്. മൂന്നാമതൊരു വിഭാഗം പറഞ്ഞു റസൂൽ ഉസ്മാൻ അനുസരിച്ച് എഴുതാൻ തന്നെ പാടില്ല, സാധാരണക്കാർക്ക് തീരുമായി തന്നെ എഴുതിക്കോളണം. ഏതുവരെയെന്നറിയോ നിങ്ങൾ? റസൂൽ ഉസ്മാനി നിർബന്ധാന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ച് സുഇലാൻ ശഖ്സിൻ കതബ ഖൗലുഹു തആല ഫഇല്ലം യസ്തജീബു ലക്കും ഫഅലമു എന്ന സൂറത്തുൽ ഹൂദിലെ 14-ാമത്തെ ആയത്ത് ഫഇല്ലം എന്ന് പറഞ്ഞേർത്ത് റസ്മുൽ ഉസ്മാനിയിൽ നൂനില്ലാതെയാണ്. ഫഇല്ലം നൂനില്ലാതെ എഴുതിയിട്ടുണ്ട്. ഒരാള് പിന്നെ നൂനിട്ട് എഴുതി, ഖിയാസ് അനുസരിച്ച് നൂനിട്ട് എഴുതി, ഫഇല്ലം എഴുതി. നൂന് കൊണ്ടൊരാൾ എഴുതിയാൽ അത് ഹറാമാണ്. റസൂൽ ഉസ്മാനി അനുസരിച്ച് ആ നൂല് പാടില്ലാത്തതാണ്, അങ്ങനെ എഴുതിയ മുസ്ഹഫ് കരിച്ചു കളയേണ്ടതാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ, അതപ്പൊ ചില ആളുകൾ പറയുന്നത് എന്ത് ചെയ്യണം? ഷേഖ് സക്കരിയ അൻസാരിയുടെ മറുപടി എന്താ അറിയോ? ലം അറ മൻ ഖാല ബി തഹരീമി റസ്മിഹാ കദാലിക. അങ്ങനെ എഴുതൽ ഹറാമാണ് പറഞ്ഞ ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ റസ്മുൽ ഉസ്മാനി ബി നൂന് കൂടാതെ റസൂൽ ഉസ്മാനി എന്നുള്ളത് ശരി, പക്ഷെ അത് ഹറാമാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഹറാമാണെന്ന് വല്ലവരും പറഞ്ഞാൽ ഉജ്ജിബ, ഓനെ അദബ് പഠിപ്പിക്കണം, ഓനെ വിടാൻ പാടില്ല, ഓനെ മര്യാദ പഠിപ്പിക്കണം. അപ്പൊ റസ്മുൽ ഉസ്മാനി അനുസരിച്ച് എഴുതാമെന്ന് പറഞ്ഞവരുണ്ട്, റസ്മുൽ ഉസ്മാനി പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഇസ്ലാഹിയ അനുസരിച്ച് എഴുതുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇതിന് ഇമാം ദാനി തങ്ങളുടെ മുഖന്നാണ്, അതുപോലെ അൽ ബുർഹാൻ ഫി ഉലൂമുൽ ഖുർആൻ, ഇമാം സുയൂത്തിയുടെ ഇത്തഖാന്, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഉലൂമുൽ ഖുർആന്റെ കിതാബുകൾ മുതാലാ ചെയ്ത് ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് നമുക്കിടയിലുള്ള ഈ മുസ്ഹഫുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. മലബാറിലുള്ള മുസ്ഹഫല്ല,
ഇവർ ഈ പുത്തൻ വിവാദം കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈജിപ്തിലുള്ള UAE-യിലുള്ള അറബ് രാജ്യങ്ങളിലുള്ള പഴയകാല മുസ്ലിമുകളുടെ കോപ്പി സമ്പാദിച്ചിട്ടുണ്ട്. ഹിജ്റ 50 സഹാബത്തിന്റെ കാലം മുതൽ എഴുതി വരുന്ന മുസ്ലിമുകളൊക്കെ നമുക്കിടയിൽ പ്രചാരത്തിലുള്ള ഈ ലിപിയിലാണ്. ഇന്ന് നമുക്കിടയിൽ പ്രചാരത്തിലുള്ള ലിപിയിലാണ്. ഹിജ്റ 50, 100, 150 മുതൽക്കൊക്കെ എഴുതി വരുന്ന അന്ന് അച്ചടി പോലുമില്ല. പിന്നെ അച്ചടിയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അച്ചടിയിൽ മാറ്റം വന്നല്ലോ. നേരത്തെ വെറും കയ്യെഴുത്താണ്, വെറും കയ്യെഴുത്ത്, അച്ചടി എന്നല്ല. പിന്നീട് ലിത്തോ പവർ പ്രസ് വന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ലിത്തോ പവർ പ്രസ്സായി, പിന്നെ ലെറ്റർ പ്രസ്സായി കമ്പോസ് ചെയ്യണേ. അത് കഴിഞ്ഞപ്പോ ഓഫ്സെറ്റായി, കമ്പ്യൂട്ടറായി. ഇനി എന്തൊക്കെ വരാൻ പോകണമെന്ന് ആരറിഞ്ഞു? അതൊക്കെ അതാത് കാലങ്ങളിൽ വന്ന മാറ്റം എന്നല്ലാതെ ഇതൊന്നും യഥാർത്ഥത്തിൽ മോശമായ വിവാദമാണ്. സാധാരണക്കാർക്കിടയിൽ വിവാദമാക്കാൻ സത്യത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്തതാണ്. എന്താ ആളുകൾ വിചാരിക്കുക? നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മുസ്ലിമിന്റെ സാധുതയെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടം. അടിത്തറ ഇളക്കുന്ന വിവാദം ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചു വേണം. അല്പം അർത്ഥം കിട്ടിയ അനർത്ഥം ഉണ്ടാക്കും. മോലേറെ കോലം കെട്ടിയിട്ടുള്ളൂ, മോലേറായിട്ടില്ല, തിരിച്ചിട്ടുള്ളൂ. തിരിച്ചിന്റെ സൗകര്യം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ വിവരമില്ലാത്തവൻ വിവരക്കാരന്റെ കോലം കെട്ടണ്ട. തിരിച്ചിന് കാറും വാങ്ങിയില്ലേ, അതിട്ട് നടന്നാ പോരെ. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. ഈ വരിയിൽ പ്രതിപാദിച്ചത് ഒന്ന് വിശദീകരിക്കാമോ? ഇതിൽ ശിർക്കില്ലേ? വിളിച്ചാൽ ഉത്തരം ചെയ്യും, ചോദിച്ചാൽ മറുപടി പറയും. അതിലെന്താ ശിർക്ക്? നിങ്ങൾ ചോദിച്ചിന് ഞാൻ മറുപടി പറഞ്ഞില്ല, അതിൽ പോലെ ശിർക്കും വന്നോ ചോദിച്ചിന്? അത് 1000 വട്ടമായില്ല, അല്ലെങ്കിൽ വിളിച്ച ഉടനെ, അല്ലെങ്കിൽ ചോദിച്ച ഉടനെ ആയില്ല, ചോദിച്ചു കുറെ കഴിഞ്ഞിട്ടായിരുന്നല്ലേ ഉള്ളൂ. ചോദ്യത്തിന് ഉത്തരപ്പോ ഞാൻ തന്നെ ഈ ചോദിച്ച ആൾക്ക് ആരെന്നോട് ചോദിച്ചാൽ ഞാൻ ഏതായാലും മറുപടി വന്ന ആൾ ഏതായാലും ശിർക്ക് ചെയ്തിട്ടില്ല, ചോദിച്ച ആളിപ്പോ ശിർക്ക് ചെയ്തു. ചോദിച്ചാ മറുപടി പറയാന്ന് പറഞ്ഞാൽ ഒരു ശിർക്കും വരാൻ പോണില്ല. പിന്നെ മരിച്ച ആളുകൾക്ക്, സാന്നിധ്യങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ അർവാഹുകൾക്ക് ഭൗതിക ലോകവുമായി ബന്ധം പുലർത്താനും സ്വൈരവിഹാരം നടത്താനുമുള്ള അവസരമുണ്ടാകുമെന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. കിതാബ് റൂഹിൽ ഇബ്നുൽ ഖയ്യിം പോലും അത് സമ്മതിച്ചിട്ടുള്ളതാണ്. ആ ഇബ്നുൽ ഖയ്യിം കിതാബ് റൂഹിൽ സമ്മതിച്ച് അതേ അടിസ്ഥാനത്തിൽ മാത്രം കണ്ടാൽ മതി മുഹീദ്ദീൻ മാലയിലെ പരാമർശവും. ബാങ്കിൽ നിന്നും ലഭിക്കുന്ന പലിശ അടക്കാൻ ബുദ്ധിമുട്ടുന്ന മുസ്ലിമിനെ സഹായിക്കാമോ? പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നിഷിദ്ധാണ്. അപ്പൊ ഇയാൾ വാങ്ങിയത് തെറ്റ്, ഇനി വേറൊരാൾക്ക് കൊടുക്കണം തെറ്റ്. മൂത്രം കൊണ്ട് മനരിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിക്കണ മാതിരിയാണ്. സഹാബികളുടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിയിക്കുക. തെളിയിക്കാൻ മദീനത്തേക്കോ മക്കത്തേക്കോ നമ്മളെ കൂടെ പോന്നോളി, അല്ലെങ്കിൽ സഹാബത്ത് മറടക്കപ്പെട്ടവർക്ക് നമ്മളെ കൂടെ പോന്നോളി, കാണിച്ചു തരാം. അല്ലാതെ ഇവിടെ തൃക്കരിപ്പൂരിൽ എങ്ങനെ സാഹിബിന്റെ കബറ് കെട്ടിപ്പൊക്കിയ തെളിയിക്കല്? കേരളത്തിൽ കൊടുങ്ങല്ലൂർ 2 സാഹിബിമാരുടെ മക്ബറുണ്ട്, അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അടുത്ത യാത്ര ചെയ്യാവുന്നത് അതാണ്, കൊടുങ്ങല്ലൂര്, തൃശ്ശൂർ ജില്ലയിൽ. അല്ല അതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ കൂടെ പോന്നോളി, കെട്ടിപ്പൊക്കിയെ കാണിച്ചാൽ നമുക്ക് ഒരുമിച്ച് സിയാറത്ത് ചെയ്ത് പോരാം. ഞാൻ പോണ സമയത്താണെങ്കിൽ എന്റെ ചെലവ് നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ ആവശ്യപ്പെടുന്ന നേരത്താണെങ്കിൽ എന്റെ കൂടി എടുക്കേണ്ടി വരും. തൽക്കീനിക്ക് ഖുർആനിലോ ഹദീസിലോ മാത്രം തെളിവാണ് ആവശ്യപ്പെടുന്നത്, ഫിഖിൽ അല്ല. ലഖ്നൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഹദീസാണ്, ഫിഖ് അല്ല.